സമൂഹത്തെ സേവിക്കാൻ വലിയ സ്രോതസ്സുകളുടെ ഒന്നും ആവശ്യമില്ല. ഉദ്ദേശശുദ്ധിയും അതിനോടൊപ്പമുള്ള തുടർച്ചയായ പരിശ്രമവും മാത്രം മതി. മൻ കി ബാത്ത് പരിപാടിയിൽ പ്രധാനമന്ത്രി കേരളത്തിൽ നിന്നുള്ള ഒരു സാധാരണ മനുഷ്യന്റെ അസാധാരണമായ സേവനത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞ വാക്കുകളാണിവ. കേരളത്തിൽ നടുക്കിയ ബോട്ട് അപകടങ്ങളും തുടർച്ചയായി നടന്ന മുങ്ങിമരണങ്ങളും ഇദ്ദേഹത്തെ ഇങ്ങനെയൊരു ആതുര സേവനത്തിലേക്ക് എത്തിച്ചു. ഒരു കാലത്ത് മുങ്ങിമരണങ്ങളുടെ വാർത്തകൾ കേട്ടിരുന്ന പെരിയാറിന്റെ തീരങ്ങളിൽ നിന്ന് പ്രതീക്ഷയും ആത്മവിശ്വാസവും അലയടിക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ സജി സാറിന്റെ ഒരു പരിശ്രമമുണ്ട്. ഇനി നീന്താൻ അറിയാത്തത് കൊണ്ട് ഒരു ജീവനും നഷ്ടപ്പെടരുത് എന്ന തീരുമാനമാണ് വളാശ്ശേരി റിവർ സ്വിമ്മിംഗ് ക്ലബിലേക്ക് വഴിവെച്ചത്. ഫർണിച്ചർ മേഖലയിലെ തന്റെ തൊഴിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ഒരു യു-ടേൺ, സ്വപ്ന സാക്ഷാത്കാരം. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ആയിരക്കണക്കിന് കുട്ടികൾക്കും യുവാക്കൾക്കും മുതിർന്നവർക്കും ഭിന്നശേഷിക്കാർക്കും നീന്തൽ എന്ന ജീവൻ രക്ഷാ നൈപുണ്യം പകർന്നുകൊണ്ടിരിക്കുന്നു. നിസ്വാർത്ഥമായും അങ്ങേയറ്റം ആത്മാർത്ഥതയോടെയും മുന്നോട്ട് പോകുന്ന ഒരു പുണ്യാത്മാവാണ് അദ്ദേഹം. ഒരു സാധാരണ മനുഷ്യന്റെ നല്ല മനസ്സും നിരന്തരമായ പരിശ്രമവും എത്രയോ ജീവനുകൾക്ക് പ്രതീക്ഷയാകാമെന്ന് തെളിയിച്ച ശ്രീ സജി വളാശ്ശേരി സോൾഫുൾ സ്റ്റോറീസിലേക്ക് താങ്കൾക്ക് ഏറെ സ്നേഹത്തോടെ, ഏറെ കടപ്പാടോടെ സ്വാഗതം അരുളുന്നു. വെൽക്കം സർ. നമസ്കാരം. താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായ ഈ യു-ടേൺ താങ്കളിൽ നിന്ന് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കേരളത്തിൽ നടുക്കിയ ബോട്ട് അപകടങ്ങളും തുടർച്ചയായി നടന്ന മുങ്ങിമരണങ്ങളുമാണോ ഇങ്ങനൊരു ദൗത്യത്തിലേക്ക് താങ്കളെ എത്തിച്ചത്? ഈ യാത്രയ്ക്ക് യഥാർത്ഥത്തിൽ തുടക്കമായ നിമിഷം ഏതാണ്? 2007 തട്ടേക്കാട് ബോട്ട് തുറന്നു. അതില് ഈ ആലുവയ്ക്കടുത്ത് അങ്കമാലി 15 കിലോമീറ്റർ ആകുള്ളൂ. അവിടുത്തെ ഒരു സ്കൂളിലെ കുട്ടികൾ തട്ടേക്കാടില് ബോട്ടിങ്ങിന് പോയതാണ്. 15 കുട്ടികളും വേറെ 2 സ്റ്റാഫും, അങ്ങനെ 17 പേരാണ് മുങ്ങി മരിക്കാനിടയായത്. അത് തീരത്തിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. ഈ മൃഗങ്ങൾ വന്നപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു സൈഡിലേക്ക് പോയി. അങ്ങനെ പെട്ടെന്ന് മറിഞ്ഞിട്ട് മുങ്ങി മരിച്ചു. നീന്തൽ അറിയാവുന്നവർ നീന്തി രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ 2009 തേക്കടി ദുരന്തം, അതും തീരത്തിനടുത്ത് വെച്ചായിരുന്നു. അവിടെ കുട്ടികളടക്കം 45 പേരാണ് അവിടെ മുങ്ങി മരിച്ചത്. അതും ഇതുപോലെ തന്നെ ബോട്ട് മറിഞ്ഞ് വെള്ളത്തിലേക്ക് മുങ്ങി പോവായിരുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ നമുക്കൊരു ഭയങ്കര പ്രയാസം ഉണ്ടായി മനസ്സിന്. ഇത് നീന്തൽ അറിയാമെങ്കിൽ, അതായത് തീരത്തിന്റെ അടുത്താണല്ലോ മുങ്ങി മരിച്ചത്, നീന്തൽ അറിയാമെങ്കിൽ ആളുകള് നീന്തി രക്ഷപ്പെടൂലേ? അപ്പൊ അങ്ങനെ എന്റെ 2 കുട്ടികള്, മെറിൻ സജി, ജെറിൻ സജി, അവർക്കന്ന് 13ഉം മെറിന് 13ഉം ജെറിന് 8.5 വയസ്സായിരുന്നു. അപ്പൊ അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി. മെറിൻ ആദ്യത്തെ വർഷം തന്നെ നീന്തി കടന്നു. 2ാമത്തെ വർഷം മെറിനും ജെറിനും നീന്തി കടന്നു. അങ്ങനെ വാർത്താ മാധ്യമങ്ങളിലെല്ലാം വന്നു. അപ്പൊ അങ്ങനെ വന്ന് കുറേശ്ശെ നീന്തല് കൂട്ടുകാരുടെ കുട്ടികള്, പിന്നെ അയൽക്കാരുടെ, സ്വന്തക്കാരുടെ, അങ്ങനെ കുറേശ്ശെ ഇങ്ങനെ കൂടി വന്നു. അങ്ങനെയാണ് നീന്തലിന്റെ തുടക്കം. അപ്പൊ ശരിക്കും നീന്തൽ പഠിക്കുകയാണെങ്കിൽ ഒരു ജീവൻ പോലും വെള്ളത്തിൽ മുങ്ങി മരിക്കൂല. 98% നമുക്ക് ജീവൻ സേവ് ചെയ്യാൻ പറ്റും നീന്തൽ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ. പിന്നെ 2% മാത്രം നടുക്ക്, കായലിന്റെ നടുക്കോ അല്ലെങ്കിൽ അവിടേക്ക് ചാടിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിലാകപ്പെടുമോ, അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ മരിക്കുള്ളൂ. അല്ലാതെ ശരിക്കും നീന്തൽ അറിയാൻ പാടില്ലാത്തവര് 98% പേര് മുങ്ങി മരിക്കില്ല. ഓക്കെ. അപ്പോ വാളശ്ശേരി റിവർ സ്വിമ്മിംഗ് ക്ലബ് ആരംഭിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇത് ഏകദേശം എത്ര പേരെ നീന്തൽ പരിശീലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്? അതിനെക്കുറിച്ച് ഇതിപ്പോ 16 വർഷം കഴിഞ്ഞിട്ട് 17ാമത്തെ തവണത്തെ നീന്തൽ കഴിഞ്ഞ് നിൽക്കുകയാണ്. ശരിക്കും 16 വർഷമായുള്ളെങ്കിൽ 17 തവണ നമ്മൾ നീന്തൽ പഠിപ്പിച്ചു. 18,600 പേര് ഇതിനോടകം നീന്തൽ പഠിച്ചു കഴിഞ്ഞു. ഒരു വർഷം തന്നെ, ഈ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഈ വർഷം നവംബർ തുടങ്ങി മെയ് 31 വരെയാണ് ഇവിടുത്തെ നീന്തലിന്റെ ഒരു വർഷം എന്ന് പറയുന്നത്. ഈ കാലയളവിൽ 3620 പേര് ഈ പ്രാവശ്യം പഠിക്കാൻ വന്നു. അതിൽ ഒരു ദിവസം തന്നെ 912 പേര് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ അതിൽ കൂടുതൽ നമുക്ക് കപ്പാസിറ്റി ഉണ്ട്. ഇനിയിപ്പോ ഒരു 1500 പേര് വന്നാലും ദിവസം പഠിപ്പിക്കാനുള്ള എല്ലാ സുരക്ഷാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ പേപ്പർ വർക്കുകളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ റെഡിയാക്കി കൂടുതൽ ആളുകളെ പഠിപ്പിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഈ ഫർണിച്ചർ മേഖലയിൽ ഒരു സംരംഭകനാണല്ലോ താങ്കൾ. ഈ സാമൂഹിക പ്രവർത്തകനായും സ്വിമ്മിംഗ് പരിശീലനത്തിനും ഒക്കെ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നതും അതിനുവേണ്ടി ഇത്രയും എല്ലാ ദിവസവും കുറച്ച് മണിക്കൂറുകൾ മാറ്റിവെക്കാൻ എങ്ങനെ സാധിക്കുന്നു? ദിവസവും ഇവിടെ റെഗുലർ ടൈമുകളിൽ 5:30ക്കാണ് ക്ലാസ് തുടങ്ങുന്നത്.
പിന്നെ കുട്ടികളുടെ സമയമാകുമ്പോഴത്തേക്കും അത് 4:30-ആക്കും. ഒരു ബാച്ചും കൂടെ ഫ്രണ്ടിലേക്ക് കൊടുക്കും. അപ്പൊ ഈ സമയം തുടങ്ങുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തൊഴിലുണ്ട്, കൂടാതെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ എല്ലാവരും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാവിലത്തെ സമയം സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ രാവിലെ എന്ത് കാര്യം പഠിക്കുകയാണെങ്കിലും നമ്മൾ രാവിലെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെറുപ്പം തുടങ്ങി എന്റെ അച്ഛനമ്മമാരൊക്കെ പറഞ്ഞു തന്നേക്കുന്നത് അങ്ങനെയാണ്. അതായത് നമ്മളിപ്പോ രാവിലെ എഴുന്നേറ്റ് ആ ഒരു കാര്യം മാത്രമേ നമുക്ക് ചിന്തകൾ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് പഠിക്കണമെന്നുള്ളവര് നമ്മൾ രാത്രി ഇങ്ങനെ നീന്തൽ പഠിക്കാൻ പോകണമെന്നുള്ള രീതിയിൽ കിടന്നുറങ്ങും. അപ്പൊ അത് നമ്മളെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കും. അപ്പൊ പെട്ടെന്ന് പഠിക്കാനും കഴിയും. അത് തന്നെയുള്ള തടസ്സങ്ങൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അങ്ങോട്ട് നീന്തലിന് പോകുമ്പോ റോഡിൽ പോലും തടസ്സം ഉണ്ടാവില്ല. വെളുപ്പിനെ ആയതുകൊണ്ട് റോഡിൽ തടസ്സം ഉണ്ടാവില്ലോ. അതുപോലെ ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല. നമ്മളിപ്പോ ഉച്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിരവധി ജോലിക്ക് പോകണ കേസ് അല്ലെങ്കിൽ ദൂരെ പോണ കേസ്, ബ്ലോക്ക്, അങ്ങനെ വരാൻ കഴിയില്ല. ഒത്തിരി ആളുകൾക്കും വരാൻ കഴിയില്ല. ഇതിപ്പോ രാവിലെ വന്ന എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു സമയമാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. രാവിലെ രാവിലെ ഇത്തിരി നേരത്തെ 4:30 താങ്കൾ ഉദ്ദേശിച്ചത്? രാവിലത്തെ 4:30, 5:30 താങ്കൾ പറഞ്ഞത്? അതെ അതെ, രാവിലത്തെ തന്നെ ഉദ്ദേശിക്കുന്നത്. രാവിലെയാണ് ഇവിടെ ക്ലാസ്. രാവിലെ ഈ കുട്ടികളെയൊക്കെ നമ്മൾ 2 ദിവസം ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ ആകെ, കുട്ടികളെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ. പിന്നെ അവര് നമ്മളെ ശല്യപ്പെടുത്തും. അവര് പറയും നീന്തലിന് പോകാന്ന് പറയും. അത്രയും രസകരമായ രീതിയിലാണ് ഇവിടെ നീന്തൽ പഠിപ്പിക്കലും. ഓക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു സപ്പോർട്ട് സിസ്റ്റം ആവശ്യമാണ്. ഈ ദൗത്യത്തിന് പിന്നിൽ ശക്തി ആരൊക്കെയാണ്? കുടുംബം, സുഹൃത്തുക്കൾ, നാട്ടുകാർ, ആരൊക്കെയാണ് താങ്കളെ മുന്നോട്ട് നയിക്കുന്നത്? ഇത് എന്റെ ഭാര്യ ജിജി സജി എന്ന് പറയും. ഒത്തിരി സപ്പോർട്ട് ചെയ്ത്, അതായത് ഷോപ്പില് ഫർണിച്ചർ കടയാണല്ലോ, ആ കടയില് ആള് സെയിൽസിൽ കൂടും, സാധനങ്ങള് വീട്ടു സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ടുവരാൻ കൂടും, എല്ലാം പാചകം ചെയ്യും, എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതലും ആളുകളെ അതിലേക്ക് മാത്രം ശ്രദ്ധ പതിപ്പിച്ചിട്ട് കൂടുതൽ ആളുകളെ പഠിപ്പിച്ചെടുക്കാൻ കഴിയുന്നത്. കാര്യം അവിടെ ഞാനൊരു 4 മണിക്ക് ചെല്ലും, 9:30, 10 മണിയാകുമ്പോൾ പോരും. അത്രയും സമയം വിനിയോഗിക്കണമെങ്കിലും നമ്മള് ഈ 7 മാസം പകല് സമയവും ശരിക്കും നീന്തലിൽ തന്നെയായിരിക്കും നമ്മുടെ മൈൻഡ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്ര ആളുകളെ ഒരുമിച്ച് സുഖമായിട്ട് പഠിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്ത് എന്റെ ഭാര്യയാണ് കൂടെ നിൽക്കുന്നത്, സപ്പോർട്ട് ചെയ്ത്. ഓക്കെ. എനിക്കറിയാം താങ്കൾ ഇതിന് ഫീ ആയിട്ട് ഒന്നും വാങ്ങുന്നില്ല. കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള ഒരു സർവീസ് ആണ് ചെയ്യുന്നതും ഒക്കെ. അപ്പൊ ഈ യാത്രയിൽ സാമ്പത്തിക വെല്ലുവിളികൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവണം. അവ എങ്ങനെ ദക്ഷിണ ആ ദക്ഷിണ ഗിഫ്റ്റ് ഫീസ് ഇവിടെ വാങ്ങൂല. എന്നാൽ താല്പര്യമുള്ളവർക്ക് ഒരു മാസത്തേക്ക് ഒരാൾക്ക് 100 രൂപ കൊടുക്കാം. എന്ന് വെച്ചാൽ SP-യുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ഒരു ആംബുലൻസ് ഇടുന്നുണ്ട്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, അതായത് ഇത്ര ആളുകൾ ഒരുമിച്ച് കൂടുകയല്ലേ, 1200, 1300 പേർക്ക് ഗ്രൗണ്ടിൽ ഒരേ സമയം കൂടുന്ന സ്ഥലമാണ്. വെറുതെ കുറച്ച് 500 പേര് കൂടുന്നിടത്ത് പോലും ഒരു ആംബുലൻസ് ഇടാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആംബുലൻസ് വേണം. അത് SP നിർദ്ദേശിച്ചേക്കുന്നതാണ്. പിന്നെ ഒരു മോട്ടോർ ബോട്ട് നമുക്കുണ്ട്. അതിനുള്ള ആളെ ഇരുത്താനുള്ളതും ഈ പഠിക്കാൻ വരുന്ന പഠിതാക്കളാണ് എനിക്ക് സുരക്ഷ ഒരുക്കി തരേണ്ടത്. പിന്നെ എന്തെങ്കിലും മെയിൻ്റനൻസ് ചെലവുകൾ അതിന് 100 രൂപ മാത്രമാണ് വാങ്ങിക്കാനും കഴിയുള്ളൂ. അങ്ങനെ നമ്മൾ നീന്തൽ തുടങ്ങിയ ഒരു 15-20 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു കമ്മിറ്റി ഉണ്ടാക്കും. അതാത് വർഷങ്ങളിലെ ആളുകളെ കൂട്ടി 20-ഓ 22-ഓ പേര് കൂട്ടിയിട്ട് എന്നിട്ട് അവര് സുരക്ഷ നമുക്ക് റെഡിയാക്കി തരും. അതിലൊരു 100 രൂപ താല്പര്യമുള്ളവർക്ക് കൊടുക്കാം. അത് നിർബന്ധ കാര്യങ്ങളൊന്നും അല്ല. ഒരാൾക്ക് ഒരു മാസത്തേക്ക് 100 രൂപ. അപ്പൊ ഒരു മാസം വേണ്ട ശരിക്കും നീന്തൽ പഠിച്ചിട്ട് പോവാം, കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ. ഓക്കെ. അപ്പോ സർക്കാർ തലത്തിൽ എന്തെങ്കിലും സപ്പോർട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും NGO മുന്നോട്ട് വന്നിട്ടുണ്ടോ ഇത് ഇതിന് സ്പോൺസർ? അങ്ങനെ ഞാനത് ആവശ്യപ്പെട്ട് പോയിട്ടില്ല. അത് നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് പേരൻസ് കൂടും എന്റെ കൂടെ. പേരൻസ് ഇപ്പൊ 22 വയസ്സിൽ താഴെ പേരൻസോട് കൂടിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എല്ലാത്തിനും. ഇത് പുഴയാണല്ലോ, പുഴയോ ഒഴുക്കും കാര്യങ്ങളൊക്കെ പല സമയത്തുള്ളതാണ്, വെള്ളം കൂടുതലും കുറവും. അപ്പൊ മുകളിൽ നോക്കി വെക്കാൻ ഒരു കുട്ടിക്ക് ഒരാളെന്നുള്ള രീതിയിൽ കുട്ടികളെ കൊണ്ടുവരുമ്പോ ഒരാൾ പേരന്റ് ആരെങ്കിലും, 2 കുട്ടികളെ കൊണ്ടുവരുമ്പോ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ വീട്ടിൽ നിന്ന്, അങ്ങനെയും കൂടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാൻ എളുപ്പം സാധിക്കും. നോക്കാൻ നമുക്ക് അവിടെ ആളുകളുണ്ട് ഇഷ്ടംപോലെ. എന്ന് വെച്ചാൽ November 1 തുടങ്ങും. ഒരു December ആകുമ്പോഴത്തേക്കും നമ്മൾ ക്രോസിങ് തുടങ്ങും. ക്രോസിംഗ് ആണ് ഇവിടുത്തെ പഠിച്ചു കഴിയുന്നവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ക്രോസിങ്ങിനാണ്. ആ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസംബറോടുകൂടി നമ്മൾ ക്രോസിംഗ് തുടങ്ങും. ക്രോസിംഗ് തുടങ്ങി കഴിഞ്ഞാൽ അവരെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാവും. 15 വയസ്സിന് മുകളിലുള്ള ആരെ ക്രോസ് ചെയ്യിച്ചാലും നമ്മൾ ഇവിടെ ഹെൽപ്പിന് നിർത്തും. അതായത് ഓരോ ക്ലാസ്സിലും അരമണിക്കൂർ മാറി മാറി അവർക്ക് വല്ല മുങ്ങി പോകാതെ അല്ലെങ്കിൽ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള കൂടി പഠിപ്പിക്കുമെന്ന് ചുരുക്കം. അത് നമ്മളുടെ ക്ലാസ്സിൽ നീന്തി കിടക്കുന്ന ക്ലാസ്സിന് മുമ്പ് തന്നെ NS എന്ന് പറഞ്ഞ ഒരു നിർബന്ധ സേവനമാണ് അത്.
ഒരാഴ്ച NS വർക്ക് ചെയ്താലാണ് അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം കൂടി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഒരു വ്യക്തിക്ക് ഒരു പരമാവധി എത്ര ദിവസം, ആവറേജ് എത്ര ഡേയ്സ് വേണം ഇത് നീന്തൽ പഠിച്ചെടുക്കാൻ? സാധാരണ ഒരു ഒരു 10 വയസ്സിന് മുകളിലേക്കും ഒരു ഏകദേശം ഒരു 10-40 വയസ്സ് വരെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 16 ദിവസം കൊണ്ട് അത്യാവശ്യം പഠിക്കാം. ചെറിയ കുട്ടികൾക്ക് ഒരു ഇത്തിരി വൈകും, അവർക്ക് പേടിയൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് വേണം. 16 ദിവസം കൊണ്ട് അത്യാവശ്യം പഠിക്കാം. ഇവിടെ 16 ക്ലാസ്സുകളായിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഒരു സ്കൂൾ കോളേജ് തലമാണ് ഇവിടെ നമ്മൾ ആ ഒരു രീതി, അതാണ് നമ്മുടെ സിലബസ്. അതൊന്ന് വിവരിക്കാമോ? എങ്ങനെയാണ് ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലെവൽ വരെ അവര് പോകുന്നുണ്ട്, എത്ര നാളുകൾ എടുക്കുന്നു? നമ്മളിവിടെ ഒരു മീറ്റിംഗ് ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ ഒരു വലിയ ഒരു വനപ്രദേശമാണ്. വനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വച്ച് പിടിപ്പിച്ച് 2-3 ഘട്ടങ്ങളായിട്ട് ചെയ്ത ഒരു 1.5 കിലോമീറ്റർ നീളത്തില് ആലുവ മണപ്പുറത്ത് അതിന്റെ നടുക്ക് സ്വർഗതുല്യമായ ഒരു കടവ്. ആ കടവിലാണ് നീന്തൽ പഠിപ്പിക്കുന്നത്. അതിലൊരു മീറ്റിംഗ് ഏരിയ ഉണ്ട്, ഒരു ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത്. അതായത് വെള്ളത്തിൽ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഗ്രൗണ്ടിൽ വെച്ചാണ് ഓരോ ദിവസവും രാവിലെ. അപ്പൊ ഇവിടെ ആദ്യത്തെ ദിവസക്കാരെ നിർത്താൻ അവിടെ നമ്മൾ തിരിച്ചിട്ടുണ്ട് സ്ഥലം. പുതിയ ആളുകൾ വന്നു കഴിഞ്ഞാൽ നിർത്താനുള്ള സ്ഥലം എന്നുവെച്ചാൽ ചിലപ്പോ 120 പേരൊക്കെ വരും ഒരു ദിവസം വരുന്നത്. ചിലപ്പോൾ 100 പേര് വരും, ചിലപ്പോൾ 80 പേര് വരും, ചിലപ്പോൾ 60 പേര് വരും. അതിൽ കുറവൊക്കെ വരും. 120-130 ഒക്കെയാണ് ഏറ്റവും കൂടുതൽ വരാറ്. അപ്പൊ ആ ഒരു സ്ഥലം തിരിച്ചിടും. അപ്പൊ അത് pre-KG എന്ന് പറയും. എന്നിട്ട് മീറ്റിങ്ങിന്റെ അവസാനത്തിൽ അത് അവരെ കൊണ്ടുപോയിട്ട് മുക്കിയിരുത്തും. അന്നത്തെ ദിവസം മുക്കിയിരുത്തലാണ് pre-KG. വെള്ളത്തിൽ മുങ്ങി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പേടി മാറി എന്നുള്ളതാണ്. അവിടെ ഒരു പൈപ്പ് ഫ്രെയിമിന്റെ ഉള്ളിലാക്കിയിട്ട് അവര് മുങ്ങിയിരുന്ന് 1, 2, 3 60 വരെ ഉണ്ട്. ശ്വാസം മുട്ടുമ്പോൾ എഴുന്നേക്കാം, പിന്നെ മുങ്ങിയിരിക്കാം. അങ്ങനെ 1-1.25 മണിക്കൂർ അന്നത്തെ ദിവസം മുഴുവൻ, അന്നത്തെ ക്ലാസ് മുഴുവൻ അവര് മുങ്ങിയിരുന്ന് അവരുടെ പേടി മാറ്റും. രണ്ടാമത്തെ ദിവസം pre-KG B ആണ്. അതിനും നമ്മൾ തിരിച്ചിട്ടുണ്ട്. ബോർഡും ബാനറൊക്കെ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം ഇവിടെ നിൽക്കുക, pre-KG B ക്കാർ ഇവിടെ നിൽക്കുക. എന്നിട്ട് അവിടെ അവർക്ക് ഉള്ള നിർദ്ദേശങ്ങൾ കരയിൽ വെച്ച് തന്നെ കൊടുക്കും. എന്തൊക്കെ നമ്മൾ വെള്ളത്തിൽ ചെയ്യണം, കാര്യങ്ങളെല്ലാം കരയിൽ കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നടയുണ്ട്. ഒരു 50 അടി നീളത്തിൽ ഒരു 6 സ്റ്റെപ്പ് ഉള്ള ഒരു നടയുണ്ട് അവിടെ. 400 പേർക്ക് വരെ ഒപ്പം ഇരിക്കാവുന്നതാണ്. അപ്പൊ അവിടെ ഇരുത്തിയിട്ട് കോമൺ ക്ലാസ് കൊടുക്കും. എന്നിട്ട് നടയുടെ അടുത്ത് ചാടി പഠിപ്പിക്കലാണ് രണ്ടാമത്തെ ദിവസം pre-KG B. അതായത് ഇപ്പൊ 100 പേരുണ്ടെങ്കിലും അവിടെ തന്നെ ചാടിക്കും. നടുക്ക് മുതിർന്നവര് നടുക്ക് 2 ലൈൻ, കുട്ടികൾ 2 ലൈൻ, അങ്ങനെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചാടിക്കും. അവര് 1 മണിക്കൂർ 1.5 മണിക്കൂർ വരെ നീളും തിരക്കില്ലാത്ത സമയങ്ങളിൽ ക്ലാസ്. അപ്പോഴത്തേനും അവര് ഫ്ലോട്ടിങ് പഠിക്കും. വെറുതെ ഇങ്ങനെ വെള്ളത്തിൽ ചാടല്, വേറെ ഒന്നുമില്ല. ശ്വാസം വലിച്ച് കൈ നീട്ടി പിടിച്ച് തല താത്തി കാലും നിവർത്തി പിടിച്ച് ചേർത്ത് വെച്ചിട്ട് ഒറ്റ ചാട്ടം. അപ്പൊ ഫ്ലോട്ടിങ് നല്ല ഞങ്ങളിവിടെ കുട്ടികളെ പറഞ്ഞ് ശരിപ്പിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർമാൻ ചാടണം എന്ന് പറയും. സൂപ്പർമാൻ ചാടി അങ്ങനെ രണ്ടാമത്തെ ക്ലാസ് അതാണ്. പിന്നെ മൂന്നാമത്തെ ക്ലാസ് അത് വേറെ സ്ഥലത്ത് തിരിച്ച് റെഡി ആക്കിയിട്ടേക്കാം. അവര് ഇങ്ങനെ തിരിച്ച് നമ്മൾ കുറ്റിയടിച്ച് കയറൊക്കെ കെട്ടി മൂന്നാം ക്ലാസ് അല്ലെങ്കിൽ LKG. അപ്പൊ ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ് pre-KG Bക്ക് നമുക്ക് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ LKGയിലേക്ക് ആവും. അപ്പൊ നാളെ വന്നു കഴിഞ്ഞാൽ LKG സ്ഥലത്ത് നിന്നാൽ മതി. അത് കഴിഞ്ഞാൽ LKGയിൽ 4 ദിവസം അത് തന്നെ പ്രാക്ടീസ് ചെയ്യലാണ്. അതായത് ആ ചാട്ടം 35 അടി നീളത്തിൽ ചാടി കാണിക്കണം, എന്നാലാണ് അത് പാസ്സാവുള്ളൂ. ട്രാക്കുകൾ തിരിച്ചേക്കാണ്. ഒത്തിരി ട്രാക്കുകൾ തിരിച്ചിങ്ങനെ പൈപ്പും വെച്ചിട്ട് കുറേ സ്ഥലം നമുക്ക് നിലയുള്ള സ്ഥലങ്ങളുണ്ട്. ഒരു 30% നിലയുള്ള സ്ഥലങ്ങളാണ്. അവിടെ നമ്മളൊരു 5.5 അടി വീതി 35 അടി നീളത്തിൽ ട്രാക്ക് തിരിച്ചേക്കാണ്. ആ ട്രാക്കിൽ ഒരു ക്ലാസ്സിൽ ഒരേ സമയം 35 അടി നീളത്തിൽ 20 പേരാണ് പഠിക്കുന്നത്. 20 പേരിങ്ങനെ അതിന്റെ സൈഡിൽ കൂടെ ലൈൻ നിൽക്കും. ലൈൻ നിന്നിട്ട് ഏറ്റവും അപ്പുറത്തുള്ള ആള് കൂടി ചാടും. എന്നിട്ട് അതിന്റെ പുറകിലുള്ള ആള് ചാടും. അപ്പൊ ഈ ചാടി കഴിഞ്ഞ ആള് തിരിച്ച് ലൈനിലേക്ക് കയറും. അങ്ങനെയാണ് ഇവിടെ പഠിപ്പിക്കുന്ന രീതി. അത് ആ 30% ട്രാക്കിൽ തന്നെ 320 പേര് ഒരേ സമയം പഠിക്കും. അത്രയും വലിയ ട്രാക്കാണ് ഇവിടെയുള്ള നിലയുള്ള സ്ഥലത്ത്. അത് കഴിഞ്ഞാൽ അത് 4 ദിവസത്തെ ക്ലാസ് ആണല്ലോ LKG. അത് പാസ്സായി കഴിഞ്ഞാൽ UKGയിൽ വരും. UKGയിൽ വരുമ്പോൾ ഇങ്ങനെ ഫ്ലോട്ടിങ്ങും കാലടിക്കലും കൂടെ തുടങ്ങും. കാല് മുട്ട് കൊടുക്കാതെ കാലടിക്കലാണ് UKG 4 ദിവസം കഴിഞ്ഞിട്ട് 5-ാമത്തെ ദിവസം പാസ്സാകും. അത് കഴിഞ്ഞാൽ LP എന്ന് പറഞ്ഞാൽ തല താഴ്ത്തി നീന്തുന്ന. അപ്പൊ കാലിട്ടടിക്കലുമായി തല താഴ്ത്തി നീന്തൽ, കൈ വെള്ളത്തിന് മുകളിലേക്കോട്ട് എടുത്ത് കറക്കി ചെവിയോട് ചേർത്ത് നീന്തുന്ന പൊസിഷനിലേക്ക് വന്നു. അപ്പൊ തല താത്തിയാണ് നീന്തുന്നത്. LP 5-ാമത്തെ ദിവസം ടെസ്റ്റ് ചെയ്യും. പിന്നെ UP എന്ന് പറഞ്ഞ ക്ലാസ്സിൽ വരും. UP അതിലാണ് നമ്മൾ ശ്വാസം എടുത്ത് ആദ്യമായിട്ട് പഠിക്കുന്നത്. അപ്പൊ അവിടെ ഒരു സൈഡിലേക്കെങ്കിലും തല ചെരിച്ച് ശ്വാസം എടുത്തു കഴിഞ്ഞാൽ UP പാസ്സാവും 5-ാമത്തെ ദിവസം.
UP A പാസ്സായി കഴിഞ്ഞാൽ UP Bയിലേക്ക് വരും. അവിടെ 1, 2, 3 ലെഫ്റ്റ്, 1, 2, 3 റൈറ്റ്. അപ്പൊ യഥാർത്ഥ നീന്തലായി. അപ്പൊ തല ചെരിച്ച് നീന്താൻ തുടങ്ങി. ഇതെല്ലാം 35 അടി നീളം, 4 ദിവസത്തെ ക്ലാസ്, 5-ാമത്തെ ദിവസം ടെസ്റ്റ്. UP B പാസ്സായി കഴിഞ്ഞാൽ HS വിട്ട് കഴിഞ്ഞാൽ അത് 70 അടി നീളം വരും. അപ്പൊ നീളം കൂടി, ഇത്ര താഴ്ചയും കൂടി. അവിടെ 8 ദിവസത്തെ ക്ലാസ് ആണ്. 8 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ടെസ്റ്റ് ഉണ്ട്. ആ പുഴയുടെ, അതായത് 70 അടി ദൂരത്തില് പുഴയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു സ്റ്റാൻഡ് ഇട്ടേക്കാണ്. പിന്നെ അവിടെ ട്രാക്ക് ഇല്ല, സ്വന്തമായിട്ട് അവിടെ നീന്തി വരുമ്പോഴാണ് ആ ടെസ്റ്റ് പാസ്സാവുന്നത്. അവിടെ ഒരു ട്യൂബ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു ബോട്ട് യാത്രയ്ക്കോ എന്ത് യാത്രയ്ക്ക് പോയാലും ആദ്യം നമുക്ക് എന്തെങ്കിലും അപകടം വന്നത് മറിയോ തുടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മളെ വെള്ളത്തിലേക്ക് ഇടും. ഒരു ലൈഫ് ജാക്കറ്റും തരും, അല്ലെങ്കിൽ ഒരു ട്യൂബ് തരും, ഒരു ബോയ് തരും. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും നമുക്ക് ചിലപ്പോൾ അറിവുണ്ടാവില്ല. ആദ്യമായിട്ട് ചിലപ്പോൾ കൈ കിട്ടിയതായിരിക്കും. അപ്പൊ നമ്മൾ അതൊക്കെ എങ്ങനെ പ്രവർത്തിക്കാം, അത് നമ്മളൊരു ട്യൂബ് ടെസ്റ്റ് നടത്തും. അത് പിടിപ്പിച്ചിട്ട് ഒരു മറിച്ചാലും കയ്യിൽ നിന്ന് പോകരുത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു കടലിൽ ചെറിയൊരു ബോട്ടിൽ പോയെന്ന് വിചാരിച്ചോ, അവിടെ ഭയങ്കര തിരയടിക്കലായിരിക്കും. തിരയടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരയടിക്കും. അപ്പൊ നമ്മൾ ഇത് മറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട പരിപാടി ഇത് മാത്രമേ ഉള്ളൂ. സുരക്ഷാ ഐറ്റംസ് തരുക, നമ്മൾ ചാടുക വെള്ളത്തിലേക്ക്. അപ്പൊ ഇത് പിടിച്ചു കിടക്കാനുള്ള കഴിവ് നമ്മൾ ആർജിക്കലാണ് ആദ്യത്തെ ട്യൂബ് ടെസ്റ്റ്. ആ ട്യൂബ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ +1 +2 എന്ന് പറഞ്ഞാൽ 100 അടി നീളത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ട്രാക്കിന് ഒരു ഇത്തിരി വീതിയും കൂട്ടിയിട്ടുണ്ട്. അവിടെ ഒരു 6 അടി വീതി ഒരുക്കിയിട്ടാണ് ട്രാക്കുകൾ ഉണ്ടാക്കിയേക്കുന്നത്. അവിടെ നമ്മൾ സ്പീഡ് കുറച്ച് നീന്തിക്കലാണ്. അവിടെ നമ്മൾ 7 ദിവസത്തെ ക്ലാസ് ആണ്. ഏഴാം ദിവസം സ്ലോ ആയിട്ട്, അതായത് ഇപ്പൊ 3 മിനിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 100 അടി നീളം 3 മിനിറ്റ് കൊണ്ട് എത്തുകയാണെങ്കിൽ അത് പാസ്സായി. 2 മിനിറ്റ് കൊണ്ട് എത്തിക്കഴിഞ്ഞാൽ പാസ്സാവില്ല എന്ന് ചോദിക്കാം. അടുത്ത ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള മുന്നോടിയായിട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 8-ാം ദിവസം ട്യൂബ് കൊടുക്കും. അവിടെ ട്യൂബ് വെച്ച് നീന്തി പഠിക്കാം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ജലാശയത്തിന്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ, എവിടെ നിൽക്കുകയാണെങ്കിലും ഒരാൾ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ സുരക്ഷാ ഐറ്റംസ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് സാധാരണ ആളുകളെ എറിഞ്ഞു കൊടുക്കുള്ളൂ. എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ 2% പോലും രക്ഷപ്പെടുത്താനുള്ള സാധ്യതയില്ല. ആ സാധനം നമ്മൾ പെട്ടെന്ന് നീന്തി കൊണ്ടുപോയി അവരെ കൊണ്ടുപോയി പിടിച്ചുകൊണ്ടുവരികയാണെങ്കിൽ 98% രക്ഷപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഫാസ്റ്റായിട്ട് എങ്ങനെ നീന്താം ഈ ട്യൂബ് കൊണ്ട്. അപ്പൊ അത് ഒരു ദിവസം അത് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിനൊരു ടെസ്റ്റ് ഉണ്ട്, 2-ാം റൗണ്ട് ട്യൂബ് ടെസ്റ്റ്. അതൊരു 200 അടി നീന്തി കാണിക്കണം. 200 അടി അല്ല, 200 മീറ്റർ ട്യൂബ് കൊണ്ട് ഫാസ്റ്റായിട്ട് നീന്തി കാണിച്ചു കഴിഞ്ഞാൽ അത് പാസ്സായി. അത് പാസ്സായി കഴിഞ്ഞാൽ ഡിഗ്രി എന്ന് പറഞ്ഞ ക്ലാസ്സിലേക്ക് വരും. ഡിഗ്രി എന്ന് പറഞ്ഞ ക്ലാസ് തുഴഞ്ഞെടുക്കലാണ്. വെറുതെ നമ്മൾ ആഴമൊക്കെ ഉണ്ടാവും, 10-30 അടി താഴ്ച ഉണ്ടാവും. പക്ഷെ എന്നാലും വെള്ളത്തിൽ നമ്മൾ കൈയും കാലും അനക്കിയിട്ട് പൊങ്ങി കിടക്കണം. അതാണ് തുഴഞ്ഞെടുക്കൽ. അങ്ങനെ തുഴഞ്ഞു കിടന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ എത്തിക്കഴിഞ്ഞാൽ അത് പാസ്സായി. മണൽ വാരിക്കും. 10 അടി താഴ്ച കൊണ്ടുപോയി നമ്മൾ മണൽ വാരിക്കും. ആദ്യം പറഞ്ഞ സ്റ്റാൻഡേർഡിൽ കൊണ്ടുപോയി മണൽ വാരിക്കും. ചവിട്ടിത്താത്തിയാണ് മണൽ വാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് PGയിലേക്ക് ആക്കും. PGയിലേക്ക് ആക്കി കഴിഞ്ഞാൽ 2 ദിവസം 2 മണിക്കൂർ, 2 ദിവസം ഓരോ മണിക്കൂർ തുഴഞ്ഞു കിടക്കണം. 4 ദിവസം 2 മണിക്കൂർ തുഴഞ്ഞു കിടക്കണം. അവിടെ തുഴഞ്ഞു കിടക്കണം. അത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ PG പാസ്സായി. PG 2 മണിക്കൂർ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് നല്ല ധൈര്യം വരും. വെള്ളത്തിൽ 2 മണിക്കൂറല്ലേ നമ്മൾ തുഴഞ്ഞേക്കുന്നത്. അപ്പൊ 2 മണിക്കൂർ നീന്താന്നുള്ളൊരു സന്തോഷവും ധൈര്യവും വരും. ഏത് കുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഭയങ്കര വെള്ളത്തോട് പിന്നെ ഭയം ഇല്ലാണ്ടാവും ഈ തുഴഞ്ഞെടുക്കൽ കൊണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ PG കഴിഞ്ഞ പിന്നെ NS എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ക്ലാസ്. അത് നിർബന്ധ സേവനമാണ്. ഇവിടെ സേവനം ചെയ്യണം. അത് കഴിഞ്ഞാലാണ് നമ്മൾ PhD ഗ്രൂപ്പിലേക്ക് എൻട്രൻസ് കൊടുക്കുള്ളൂ. അത് PhD ഗ്രൂപ്പിൽ ആദ്യത്തെ 2 ദിവസം ഓരോ മണിക്കൂർ നീന്തുക. 1 മണിക്കൂർ നീന്തിയാൽ മതി, സ്പീഡിൽ നീന്തൽ. അവിടെ വരുമ്പോൾ 210 അടി നീളത്തിലേക്ക് വരും. നല്ല നീളമാണ് കൊടുത്തേക്കുന്നത്. താഴ്ചയുണ്ട്, നല്ല താഴ്ചയുള്ള സ്ഥലം. അപ്പോൾ തന്നെ ശരിക്കും നീന്തൽ പഠിച്ചു. അതിനുശേഷം നമ്മൾ 4 ദിവസം 1 മണിക്കൂർ തുഴച്ചില്, പിന്നെ 10 അടി താഴ്ചയിലും മണൽ വാരല്, പുഴയുടെ സൈഡിൽ കൂടെ പോയിട്ട് 380 മീറ്റർ ഹാഫ് ക്രോസിങ് ചെയ്യിക്കും. 4 ദിവസം ചെയ്യിക്കും. അപ്പൊ പേടിയുള്ളവർക്ക് അവിടെ വേണമെങ്കിൽ കയറാം. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും ക്രോസ് ചെയ്യാൻ കൊണ്ടുപോകില്ല. എന്നിട്ട് പിറ്റേ ദിവസം, മിക്കവാറും ശനിയാഴ്ചകളിലായിരിക്കും ക്രോസിങ്. പിറ്റേ ദിവസം 780 മീറ്റർ പുഴയുടെ അക്കരെ പോയിട്ട്, അക്കരെ ഇങ്ങനെ മരങ്ങൾ ചാഞ്ഞു കിടപ്പുണ്ടാവും. അതിനകത്ത് പോയി ഒരു ഇല പറിച്ചിട്ട് ഇപ്പുറത്ത് വന്ന് വീണ്ടും പഠിക്കണോടത്ത് വന്ന് കയറും. മുകളിലൊരു കടവിൽ പോയി ഇറങ്ങിയിട്ട് ദേശം ഭാഗത്തേക്ക് നീന്തി അവിടുന്ന് ഇല പറിച്ചിട്ട് പഠിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. അപ്പൊ 780 മീറ്റർ ആവും. അങ്ങനെയാണ് ഇതിന്റെ കോഴ്സ് തീരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ PD ഉണ്ട്. PD ഇട്ടാണ് മണിക്കൂറുകൾ നീന്തിക്കാനുള്ള പ്രാപ്തിയാക്കുന്നത്. പിന്നെ 1 മണിക്കൂർ നീന്തിക്കും. ആദ്യം നമ്മൾ അരമണിക്കൂർ നീന്തിക്കുള്ളൂ. അരമണിക്കൂർ നീന്തിക്കും. പിന്നെ 1-1.5 മണിക്കൂർ ഇവിടെ
ഹെൽപ്പ് ചെയ്യിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഹെൽപ്പ് മുഴുവൻ കണ്ടെത്തുന്നത്. എല്ലായിടത്തും ട്യൂബ് കൊടുത്ത ആളുകളെ മുങ്ങി പോകാതിരിക്കാനും എല്ലാവരെയും നോക്കാൻ വേണ്ടിയിട്ട് ഒരു സമയത്ത് 60-65 അതിൽ കൂടുതൽ ആളുകൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണം, അവിടെ ഇവിടെ നോക്കി നിൽക്കണം. അതിനൊക്കെ ആളുകളെ, അതായത് നമ്മൾ നീന്തൽ പഠിക്കുന്നതിന്റെ കൂടെ ഒരാളെ എങ്ങനെ രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ ഒരാളെ എങ്ങനെ സഹായിക്കാം, വെള്ളത്തിൽ എങ്ങനെ സഹായിക്കാം, അതെല്ലാം പഠിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ക്രോസ് ചെയ്യിക്കുന്നത്. പിന്നെ ക്രോസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമ്മൾ PD ക്ലാസ്സിലേക്ക് ആക്കും. അവിടെ വലിയ ഏരിയയിൽ നിലയില്ലാത്തടത്ത് കയറും കൊണ്ട് കെട്ടി ബോയൊക്കെ കെട്ടിയിട്ടേക്കും. അതിന്റെ ഉള്ളിൽ അവർക്ക് നീന്തി നടക്കാം. അതിനുശേഷം മഴക്കാല നീന്തലിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളുമാണ് ചെയ്യുന്നത്. അവിടെ നീന്തിച്ച് 1 മണിക്കൂർ 2 മണിക്കൂർ അവിടെ നീന്തിക്കും. പിന്നെ ക്ലാസ് കഴിഞ്ഞാൽ 5 മാസം മഴക്കാല നീന്തലിൽ ഏർപ്പെടുത്തിയിട്ട് നല്ല ഒഴുക്കിൽ നീന്തിക്കും. അത് കഴിഞ്ഞാൽ കായലിൽ കൊണ്ടുപോകും, കടലിൽ കൊണ്ടുപോകും. അങ്ങനെ എപ്പോഴും നീന്തൽ തന്നെ നീന്തൽ. അങ്ങനെ ഒരു സിലബസ് ആണ് ഇവിടെ ആക്കിയെടുത്തിരിക്കുന്നത്. ഏകദേശം മനസ്സിലായ കാര്യങ്ങൾ. സല്യൂട്ട് ചെയ്തു. ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി വെച്ചിരുന്നതിന്റെ പിന്നിലുള്ള ആ ഒരു ഹാർഡ് വർക്കിങ്ങും. ഇത് ഈ PKG മുതൽ PhD വരെയുള്ള സംഭവങ്ങൾ എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ ഒരേ രീതിയിൽ തന്നെയാണോ? ഇത് ഒട്ടുമിക്കവർക്കും ഒരേ രീതിയിലാണ്. സ്പെഷ്യൽ കുട്ടികൾക്ക് മാത്രം അതില് നമ്മൾ ആ ക്ലാസ്സുകളിൽ കയറ്റാറില്ല. അവരെ സ്വതന്ത്രമായിട്ട് ഇപ്പൊ കൈയില്ലാത്ത, കാലില്ലാത്ത, കാഴ്ചയില്ലാത്ത അവരെയൊക്കെ ട്രാക്കിൽ കയറ്റി ഇതുപോലെ നീന്തിക്കാൻ പ്രയാസമാണല്ലോ. അപ്പൊ അതിന്റെ പേരിൽ അവർക്ക് മാത്രം ട്രാക്കിന് പുറത്ത് ഓരോ ആളുകളെ വിട്ടിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരുന്നത്, അതിനൊക്കെയാണ് ഇവരെ റെഡിയാക്കി എടുക്കുന്നത് ഓരോ സ്പെഷ്യൽ കുട്ടികൾ വരുമ്പോൾ. പിന്നെ ഇത് സിലബസ് തയ്യാറാക്കിയേക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ 16 വർഷത്തെ അനുഭവം വെച്ചിട്ട് കുറേശ്ശെ കൂട്ടിച്ചേർത്ത് അങ്ങനെ റെഡിയാക്കി എടുത്തതാണ് ഈ 17ാമത്തെ തവണയും ഈ സിലബസുകളെല്ലാം. ഇപ്പോഴാണ് ഇതിന് ശരിക്കും പൂർണ്ണത കൈവരിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ കൂടെ കയറി പോയി കഴിഞ്ഞാൽ നീന്തൽ നല്ല രീതിയിൽ പഠിച്ചു. ഈ ഭിന്നശേഷിക്കാരെ കുറിച്ച് പറഞ്ഞു, സ്പെഷ്യൽ കുട്ടികളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെയുള്ള മക്കളും വരാറുണ്ടോ അവിടെ? ഇപ്പൊ ഞാൻ 10 വൈകല്യമൊക്കെ ഉള്ളവരെ 10 പേരെ നീന്തിച്ച് കാണിച്ചല്ലോ. ഒന്ന് ആസിം വെളിമണ്ണ, ഏറ്റവും പ്രധാന വ്യക്തിയാണ്. ജന്മന 2 കൈയില്ല, വലത്തെ കാലിന് 8 ഇഞ്ച് നീളം കുറവ്, അത് ശോഷിച്ച് ബലക്ഷയം. അപ്പൊ അങ്ങനെയുള്ള ആസിം കോഴിക്കോട് വെളിമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആള് വന്നത്. ഇവിടെ കൊണ്ടുവന്ന് ഞാനിങ്ങനെ എന്റെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കായിരുന്നു. കാലത്തും വൈകുന്നേരവും 2 മണിക്കൂർ നിർത്തി പഠിപ്പിക്കായിരുന്നു. ഇപ്പൊ അത് വളരെ പെട്ടെന്ന് പഠിച്ചു. ആലുവ പെരിയാർ നീന്തി കാണിച്ചു. അതുവഴി ലോകത്തിലുള്ളവർക്ക് മുഴുവൻ നീന്തൽ പഠിക്കാനൊരു പ്രചോദനം ആസിം വഴി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. ആസിം ഇന്ന് വേൾഡ് പാരാ സ്വിമ്മിങ്ങില് മെഡൽ ജേതാവാണ്. പല രാജ്യങ്ങളിൽ പോയി നീന്തി. പിന്നെ അതിനുശേഷം ഇങ്ങനെ അത് 10ാമത്തെ ആളാണ് ആസിം. പിന്നെ അരയ്ക്ക് താഴേക്ക് തളർന്ന് കിടക്കുന്ന രതീഷ് ഇവിടെ നീന്തൽ പഠിച്ച് നീന്തി കടന്നു. കാഴ്ചയില്ലാത്തവര് നീന്തി കടന്നു. ഒരു കൈ ഇല്ലാത്തവര്, നട്ടെല്ലിന് കംപ്ലൈന്റ് ഉള്ളവര്, ഒരു കാലിന് ബുദ്ധിമുട്ടുള്ളവര്, അങ്ങനെ പല ആളുകൾ പഠിച്ചു. അതുകൂടാതെ സംസാരിക്കില്ലാത്ത കുട്ടികൾ വന്നു. 2022-ലാണ് അത് ആദ്യ സംഭവം ഉണ്ടായിരിക്കുന്നത്. മോഹിത് എന്ന് പറഞ്ഞൊരു കുട്ടി വന്നു, തൊട്ടുപുഴത്തറയിൽ നിന്നാണ് വന്നത്. അപ്പൊ അങ്ങനെ വന്നു. പിന്നെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ വാർത്തകളെല്ലാം ചെന്നു. അത് കഴിഞ്ഞ് നിരവധി ആളുകൾ അതുപോലെ വന്നു. സംസാരിക്കില്ലാത്ത കുട്ടികൾ 6-7 വയസ്സായവർ നീന്തലും പഠിച്ചു. ആ കൂടെ നന്നായിട്ട് സംസാരിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. അങ്ങനെ സ്പെഷ്യൽ കുട്ടികൾ ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ 11 ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഈ നവംബർ തുടങ്ങി മെയ് 31 വരെയുള്ള ഇപ്പൊ നിർത്തിയ കാലയളവിൽ 11 കുട്ടികളുണ്ടായിരുന്നു. അതിനകത്ത് 2 പേര് നീന്തി കടന്നു. അപ്പൊ അങ്ങനെ ആരും മാറ്റി നിർത്തൂല. നമുക്ക് എന്തെങ്കിലും ഓർത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പഠിപ്പിക്കും, വെള്ളത്തിലേക്ക് ഇറക്കി നോക്കും. കുറേശ്ശെ ആരാണെങ്കിലും എത്ര പേടിയുള്ളവരാണെങ്കിലും, നമ്മളിപ്പോ മൂർഖമാവിന് പേടിയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൂർഖമാവിന്റെ സാമീപ്യം ഇടയ്ക്ക് പോയി അതിനെ നോക്കുക. 2, 3, 4 പ്രാവശ്യം കഴിയുമ്പോൾ അത് പത്തി കൊടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും മൂർഖമാവ് പത്തി കൊടുത്ത് നിൽക്കണതാണല്ലോ ഏറ്റവും നല്ലത്. അപ്പൊ നമുക്കൊന്ന് കാണാൻ ആഗ്രഹിക്കും ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ നമുക്ക് പേടി മാറി വരും. അതുപോലെ തന്നെ വെള്ളത്തിലും പണ്ട് ഇങ്ങനെയായിരുന്നു. ഈ തുണി കഴുകലും കുളിക്കലും എല്ലാം പുഴയിൽ തന്നെയായിരുന്നു ആദ്യകാലങ്ങളിൽ. അപ്പൊ ഇത്തരം നിലയൊക്കെ ഉണ്ടായിരുന്നു അന്നാളില്. ഇപ്പൊക്കെ നില കുറവാണ്. പല സ്ഥലങ്ങളിലും മണലൊക്കെ വാരി കുഴികളാണല്ലോ. അപ്പൊ ഈ അച്ഛനമ്മമാരുടെ കൂടെ തുണി അലക്കാനും കുളിക്കാനും കുട്ടികളെയും വെറുതെ കൊണ്ടുപോയി പിള്ളേരൊന്നും ചാടി ഇറങ്ങി അങ്ങനെ പേടി മാറി കുറേശ്ശെ നീന്തൽ പഠിച്ചു പണ്ടത്തെ കുട്ടികൾ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പഴയ ഒരു സിലബസ് എല്ലാം സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിലായല്ലോ. ഇപ്പൊ അതിന് വേണ്ടിയിട്ട് നീന്തലും ഇപ്പൊ അങ്ങനെയായി മാറി. നീന്തൽ നല്ല രീതിയിൽ പഠിപ്പിക്കേണ്ടത് ഏതൊരു അച്ഛന്റെ അമ്മയുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. അവര് പഠിപ്പിച്ചില്ലെങ്കിൽ ചില സമയത്ത് കുട്ടികൾ നഷ്ടപ്പെട്ടു പോവാം. ഇപ്പൊ ഈ അടുത്ത് തന്നെ ആലുവയ്ക്ക് പെരുമ്പാവൂര് ഒരു 3 മാസം മുമ്പ് നഴ്സിംഗ് കുട്ടികൾ 3 പേര്
ജെൻസ് ആണ്, 21കാര് ചെറിയൊരു കനാലിലാണ്, ആ കനാലിൽ പോയി മുങ്ങി മരിച്ചു. പിന്നെ കോതമംഗലത്തുള്ള നെല്ലിക്കുഴിയിലുള്ള ദന്തൽ കോളേജ് ഉണ്ട് അവിടുത്തെ 3 കുട്ടികളും വടാട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി അപ്പൊ തന്നെ മരിച്ചു പോയി. എല്ലാം 21 വയസ്സാ. പക്ഷെ ഇതൊന്നും മരിക്കേണ്ട കാര്യമില്ലായിരുന്നു. മാതാപിതാക്കൾ തയ്യാറാവണം മരിക്കുന്നതിന് മുമ്പ് നീന്തൽ പഠിപ്പിക്കാൻ. അപ്പൊ അവര് തയ്യാറായി മാത്രമാണ് നല്ല രീതിയിൽ നീന്തൽ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. ഒരു കുട്ടിക്ക് നമ്മൾ ജന്മം കൊടുത്തു കഴിഞ്ഞാൽ അവരെ നീന്തലും പഠിപ്പിക്കണം. എന്താ വെച്ചാൽ ഈ ഭൂമിയിൽ 2/3 ഭാഗം വെള്ളം തന്നെയാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും 44 നദികൾ, പിന്നെ ഒത്തിരി ജലാശയങ്ങൾ, എല്ലായിടത്തും ജലാശയങ്ങളാണല്ലോ കേരളത്തില്. അപ്പൊ കേരളത്തിലെ കുട്ടികളെ സ്കൂളിൽ വിടുന്ന അത്രയും പ്രാധാന്യം അല്ലെങ്കിൽ അതിലും പ്രാധാന്യമായിരിക്കണം നീന്തൽ പഠിപ്പിക്കുന്നതിൽ. നീന്തൽ പഠിക്കാനൊന്നും അധികം സമയം വേണ്ട, 16 ദിവസം കൊണ്ട് അത്യാവശ്യം പഠിക്കാം. ഇവിടുത്തെ സിലബസ് അനുസരിച്ച് പുഴ നീന്തി കിടക്കണമെങ്കിൽ കുറച്ചും കൂടി നീളും, 56 ദിവസമൊക്കെ വരും. എന്നുവെച്ചാൽ നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് ഒരാളെ ഹെൽപ്പ് ചെയ്യാനും കൂടി പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യിക്കുന്നത്. അപ്പൊ അത്രയും കൂടി സിലബസിൽ പെടുത്തി വെച്ചേക്കാണ് ഇവിടെ. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ നീന്തൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ നഷ്ടപ്പെടില്ല. ഇവിടെ തന്നെ വൈകുന്നേരമൊക്കെ വന്നിറങ്ങി കുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പല ആളുകൾക്കും. അപ്പൊ PhD ലെവലിലേക്ക് എത്താൻ 56 ദിവസമൊക്കെ വേണ്ടി വരുന്നോ? 56 ദിവസം കൊണ്ട് പുഴ ക്രോസ് ചെയ്യല് 56 ദിവസം. ഏകദേശം ഇവിടുത്തെ സിലബസ് അനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ, NS 6 ദിവസം ഉണ്ട്. അതൊക്കെ ചെയ്യിച്ചാൽ മാത്രമേ നമ്മൾ PhD കൊള്ളിക്കുള്ളൂ. PhD വഴിയാണല്ലോ നീന്തലിന് കയറി പോകാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഒരു നീന്തൽ പഠിക്കുന്നതിന്റെ കൂടെ, അതായത് പല ആളുകളുടെ ഹെൽപ്പ് കൊണ്ടാണ് നീന്തൽ പഠിക്കുന്നത്. പല ആളുകൾ അവിടെ ഇവിടെ നിന്ന് നോക്കി നമ്മളെ രക്ഷിച്ചെടുത്താലാണല്ലോ പുഴയിൽ നീന്തൽ പഠിക്കുന്നത്. അപ്പൊ അത് അവരുടെ ബ്രെയിനിലേക്ക് നമ്മൾ കയറ്റി കൊടുക്കും, നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളത്. ആ ഹെൽപ്പിംഗ് കൂടെ നമ്മൾ ഇവിടെ പഠിപ്പിച്ചിട്ടാണ് അവരെ വിടുന്നത്. അതെ, ആ ഒരു കടമ്പയാണ് LS എന്ന് തോന്നുന്നു അല്ലെ, സർവീസ് കൊടുക്കാന്ന്. NS നിർബന്ധ സേവനം. അത് കറക്റ്റ് ആയിട്ട് ചെയ്തോളും, എല്ലാവരും ചെയ്തോളും. 15 വയസ്സിന് മുകളിൽ ഉള്ളവരെ മാത്രമാണ് നമ്മൾ അങ്ങനെ നിർബന്ധ സേവനത്തിലേക്ക് കൊടുക്കുന്നുള്ളൂ. എന്നാലും ചെറിയ കുട്ടികളെ എവിടെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് വരും. ചെറിയ കുട്ടികളൊക്കെ പഠിപ്പിക്കുമല്ലോ. ഇപ്പൊ 5 വയസ്സോ 6 വയസ്സോ ഉള്ളവരൊക്കെ ചാടിപ്പിക്കാനൊക്കെ ഇവർ വന്ന് കൂടി നിന്ന് ഇടയ്ക്ക് അവര് ചാടി കാണിച്ചു കൊടുക്കും. അവർക്ക് നന്നായിട്ട് നീന്തൽ അറിയാലോ. അപ്പൊ അവര് കാണിച്ചു കൊടുക്കും. അപ്പൊ അവർക്ക് ഭയങ്കര ഒരു മാനസികമായിട്ട് പെട്ടെന്ന് നീന്തൽ പഠിക്കാന്നുള്ള ഒരു തോന്നൽ വരും. അത് മാത്രല്ല സർ പറഞ്ഞതില് 100-ൽ പരം അല്ലെങ്കിൽ 500-ൽ പരം കുട്ടികൾ വരുന്ന ദിവസങ്ങളുണ്ട്. അപ്പൊ അവരെയൊക്കെ വോളണ്ടിയർ ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാനും ഈ NSലുള്ള കുട്ടികളാണോ സപ്പോർട്ട് ചെയ്യുന്നത്? ആ വ്യക്തികളാണോ, അതോ വോളണ്ടിയറിങ്ങിനായിട്ട് ഒരു യൂണിറ്റ് തന്നെ ഉണ്ടോ? ഇത് ക്രോസ് ചെയ്യൂലേ, ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കും താല്പര്യമുള്ളവർ. അതായത് ഇപ്പൊ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം 422 പേര് ക്രോസ് ചെയ്തു. കഴിഞ്ഞ വർഷം 301 പേരാണ് ക്രോസ് ചെയ്തത്, പുതിയ ആൾക്കാര്. അപ്പൊ അതിനകത്ത് കുറച്ച് പേര് ഇപ്പൊ മഴക്കാല നീന്തലിൽ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ അത് നവംബർ 1 തന്നെ വരും. അവർക്ക് ഒന്നും കൂടെ ട്രെയിനിങ് കൊടുത്തിട്ട് അവരെയൊക്കെ കൂടാൻ താല്പര്യമുള്ളവരെ എല്ലായിടത്തും നമ്മൾ ഓരോ ക്ലാസ്സിൽ ഒരാളെ എന്നുള്ള രീതിയിൽ നിർത്തും. നീന്തൽ അറിയാവുന്ന ഒരാൾ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ധൈര്യമായിരിക്കും പഠിക്കാൻ വരുന്നവർക്ക്. അവർക്ക് എന്തെങ്കിലും ഈ നീന്തൽ അറിയാവുന്നവരുടെ കയ്യിൽ എന്തെങ്കിലും നമ്മൾ ഒരു ബോയോ ട്യൂബോ കൊടുത്തിട്ട് അവരെ അവിടെ നിർത്തും. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരിക്കലും 20 പേരുടെ ഒരു ക്ലാസ് 20 പേരാണല്ലോ. ആ 20 പേര് തമ്മിൽ ശ്രദ്ധിക്കും. ഒരു അപകടം കൂടെ, അതായത് ഒരു സൈഡില് വരിയായിട്ട് വരണു, അതിന്റെ നടുക്ക കൂടെ ഇങ്ങനെ ചാടി പോണു, അല്ലെങ്കിൽ ഓരോ ക്ലാസ്സുകൾ പോണു. അപ്പൊ ആ 20 പേർക്ക് തന്നെ പിടിക്കാൻ വേണമെങ്കിൽ അതിനകത്ത് ചെറുതും വലുതൊക്കെ മിക്സ് ചെയ്താണല്ലോ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും ഹെൽപ്പ് കൊണ്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പിന്നെ മീറ്റിങ്ങിലാണ് നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ പേരൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, മോളില് പേരൻസിനെ നിർത്തും. കരയോട് ചേർന്നാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പൊ കരയിൽ പേരൻസിനെ കൃത്യമായിട്ട് നിർത്തും. അങ്ങനെയാണ് ഇവിടെ 912 പേരുണ്ടായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ. ഒരു ദിവസത്തെ കാര്യമായിട്ടോ പറയുന്നത്. ഒരു ദിവസം പഠിക്കാൻ 912 പേരുണ്ടായിരുന്നു. അതൊന്നും അല്ല ഇവിടുത്തെ കപ്പാസിറ്റി. അതിലും കൂടുതൽ ഒരു ബാച്ചിൽ തന്നെ തുടക്കം തുടങ്ങി അവസാനം വരെ, അതായത് 16 ക്ലാസ് പറഞ്ഞല്ലോ, ആദ്യ ക്ലാസ് തുടങ്ങി 16ാമത്തെ ക്ലാസ് വരെ നമുക്ക് 900 പേരോളം ഒരു ബാച്ചിൽ പഠിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇവിടെ ഉണ്ട്. അത് ഒന്നായിട്ട് വന്നാലല്ല. ഇന്നിപ്പോ 900 പേര് വന്നു കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ കഴിയില്ല. ഇത് 16 ക്ലാസ് ആണ്. 4 ദിവസം കഴിയുമ്പോഴാണല്ലോ ക്ലാസ് മാറുന്നത്. അപ്പൊ ഇപ്പൊ ഇന്ന് 100 വന്നാലും കൊടുക്കും, നാളെ 100 വന്നാലും കൊടുക്കും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വിടും നമ്മള്. എത്ര പേര് വന്നാലും പഠിപ്പിക്കും. ഇതുവരെ ഒരാളെ മടക്കി വിട്ടിട്ടില്ല. ദൂര സ്ഥലങ്ങളിൽ നിന്ന്, ബോംബെന്ന് ആൾ വന്ന് താമസിക്കുന്നുണ്ട്. പിന്നെ ഈ ഫെഡറൽ ബാങ്കിൽ ജോലിയുള്ള നിരവധി സ്റ്റേറ്റുകൾ, ആസാം, ഗുജറാത്ത്, ആന്ധ്ര, കർണാടക, തമിഴ്നാട്, അവിടുന്ന് എല്ലാം വന്ന് ഇവിടെ ജോലി സംബന്ധമായിട്ട് വന്ന് നിൽക്കുന്ന എല്ലാ നാട്ടുകാരും വന്ന് പഠിക്കുന്നുണ്ട്. ഒരു നേപ്പാളുകാരൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പഠിക്കാൻ. കഴിഞ്ഞ തവണത്തെ നീന്തലിന് നേപ്പാളിൽ നിന്ന്. അങ്ങനെ ഒത്തിരി ആളുകൾ വന്ന് പഠിക്കുന്നുണ്ട്. എത്ര പേര് വന്നാലും പഠിക്കാം.
എന്ന് വെച്ചാൽ അത്യാവശ്യം പഠിക്കണമെങ്കിൽ 16 ദിവസം മതി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കില്ലേ, ആദ്യത്തെ ദിവസം മുങ്ങിയിരിക്കല്, രണ്ടാമത്തെ ദിവസം നടയിൽ ചാടല്, പിന്നെ LKG, UKG, LP, അത് 4 ദിവസം വീതം. അപ്പൊ 4, 12, 2, 14 ദിവസമായില്ലേ. പിന്നെ UP അതിൽ ചെല്ലുമ്പോ 15-ാമത്തെ ദിവസം. 15-ാമത്തെ ദിവസം ശ്വാസം എടുത്ത് നീന്തലായി. അവിടെ 4 ദിവസമാണ് ക്ലാസ്. 15, 16, 17, 18, 18 ദിവസം കൊണ്ട് നല്ല നീന്തൽ പഠിച്ചിട്ട് പോവാം. 18 ദിവസം മിനിമം മതി. 16 ദിവസമാണ് നമ്മൾ പറയുന്നത്. UP അതിൽ ചെല്ലുമ്പോൾ അന്ന് തന്നെ ശ്വാസം എടുത്ത് നീന്താൻ പറ്റും. 15, 16 UP ആയി തുടങ്ങാണല്ലോ. 16 ദിവസം കൊണ്ട് അത്യാവശ്യം നീന്തൽ പഠിക്കാം. പിന്നെ ഉപരിപഠനം ഉണ്ടല്ലോ എല്ലാത്തിലും. ഇപ്പൊ ഒരാള് നീന്തൽ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇപ്പൊ പുഴയുടെ അടുക്കൽ കൂടെ ഒരാള് അപകടത്തിൽ പോയി പിടിച്ചുകൊണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രക്ഷാസന്നാഹം കൊണ്ട് തന്നെ പിടിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും നമുക്ക് നന്നായിട്ട് നീന്തൽ അറിയണ്ടേ. അപ്പൊ അത് ഒരു ഉപരിപഠനം എന്നുള്ള രീതിയിലാണ് പിന്നെ പഠിപ്പിച്ച് ആലുവ പെരിയാർ ക്രോസ് ചെയ്യിക്കുന്നത് 750 മീറ്റർ. അപ്പൊ UP വരെ ഉള്ളത് ബേസിക് നീന്തൽ, അത് കഴിഞ്ഞ് അവരവരുടെ ലൈഫ് രക്ഷിക്കാം. പിന്നീടുള്ളതൊക്കെ പിന്നീടുള്ള അതായത് നമുക്ക് നീന്തൽ അറിയാമെങ്കിൽ നമ്മൾ ജലാശയത്തിന്റെ അടുത്ത് പോകും എപ്പോഴും. അറിയാൻ പാടില്ലെങ്കിലും പോവാം, അത് വേറെ വശം. അപ്പൊ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പലതവണ രക്ഷിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് വന്നു കിട്ടും. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമാണ് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മുങ്ങി വെച്ചു അവരുടെ കൂടെ. ഇനി ഇതിന്റെ പിന്നാമ്പുറത്തുള്ള കഥകൾ. എനിക്ക് തോന്നുന്നു മണപ്പുറം ദേശം കടവിനെ ഒരു ജീവൻ രക്ഷാ വിദ്യാലയമാക്കി മാറ്റിയത് താങ്കൾ തന്നെയായിരിക്കും. ഇവിടെ പ്രാദേശികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എതിർപ്പുകളോ നേരിട്ടിട്ടുണ്ടോ? ഈ പരിശീലന കേന്ദ്രത്തിന്റെ ശുചിത്വം ഇതൊക്കെ എങ്ങനെയാണ് അവിടെ വരുന്ന ഇത്രയും? കാരണം 900-ൽ പരം ആളുകൾക്ക് ഒരു ദിവസം ചെയ്യാനുള്ള റിസോഴ്സസ് അവിടെ ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അച്ചടക്കം എന്നിവയൊക്കെ നിലനിർത്തണ്ടേ? അപ്പോ പ്രാദേശികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുവരെ നേരിട്ടിട്ടുണ്ടോ? പ്രാദേശിക പ്രശ്നങ്ങളൊന്നും ആദ്യമില്ല. പിന്നെ ഇത്രയും ആളുകൾ വരുമ്പോൾ നാട്ടുകാരുടെ ഇടയിൽ അവരുമായിട്ട് ചർച്ച ചെയ്യും. അവർക്ക് എന്തൊക്കെയാ ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഇവിടെ പാർക്കിങ്ങിന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. 3 വലിയ ഗ്രൗണ്ട് ഉണ്ട്. ഇപ്പൊ 1000 വണ്ടി വന്നാലും ഇടാനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ ഈ മീറ്റിംഗിൽ നിർത്തി അപ്പൊ അവരോട് പറയും, ഇപ്പൊ സ്പീഡിൽ വരും വണ്ടി, സ്പീഡിൽ വരണമൊക്കെയാണ് നാട്ടുകാർക്ക് കൂടുതലും ശല്യം. വെളുപ്പിനെ 4 മണി തുടങ്ങി അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലാത്ത രീതിയിൽ സ്പീഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ മീറ്റിംഗിൽ വരുമ്പോൾ തന്നെ അതിനാണ് മീറ്റിംഗ് കൂടിയിട്ട് ഓരോ ദിവസം മീറ്റിംഗ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ 35 കിലോമീറ്റർ സ്പീഡിൽ മാത്രമാണ് ഹൈവേ എന്ന് വരുമ്പോൾ വരാവുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് റെഡിയാക്കി മീറ്റിംഗിലാണ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യുന്നത്. അതായത് നമ്മൾ അവിടെ ഇപ്പൊ ഒരു വഴി പറയിപ്പിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ റൂട്ട് പറയിപ്പിക്കും. അവിടെ മാനസികമായിട്ട് കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ നമ്മൾ റെഡിയാക്കി നമുക്ക് നല്ല മൈക്ക് ഉണ്ട്. ആ മൈക്കിൽ സ്റ്റേജിൽ വിളിച്ച് സംസാരിക്കും. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് ഇട്ടിട്ടുള്ളൂ. അപ്പൊ വിളിച്ച് വഴി പറയും. വഴി പറയാന്ന് പറഞ്ഞപ്പോ ഒരു ആലുവയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മൾ അവിടെ ചെന്നിട്ട് ആ ജംഗ്ഷനിൽ ചെന്നിട്ട് വലത്തേക്ക് തിരിയണം. എന്നിട്ട് പിന്നെ ഒരു 1/2 കിലോമീറ്ററിലും ഇടത് സൈഡിൽ വീട്. അത് നമ്മൾ പറഞ്ഞ്, അതായത് നമ്മൾ എവിടെ ചെന്നാലും ഒട്ടുമിക്കവർക്കും അറിയില്ല, ഇങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല ഏത് റൂട്ടിലെ എങ്ങനെയാ വീടെന്നുള്ളത്. അതെല്ലാം നമ്മൾ ഇവിടെ പഠിപ്പിക്കും. അതായത് ഡെയിലി 3 4 ആളോട് ചോദിക്കും. അപ്പൊ 900 പേര് നിൽപ്പുണ്ടെങ്കിൽ 1000 പേര് നിൽപ്പുണ്ടെങ്കിൽ 1000 പേരും മനസ്സിൽ പഠിക്കും. ഇത് ആരോടാ ഇനി ചോദിക്കണമെന്ന് അറിയാൻ പറ്റുമല്ലോ. വലിയോരും ചെറിയോരും അങ്ങനെ റൂട്ടുകൾ പഠിക്കും. പിന്നെ നമ്മൾ അവിടെ പാട്ട് പഠിക്കും. ഒരു 4 വരി പാട്ട് പാടിക്കും, അല്ലെങ്കിൽ ചെറിയ കഥ പറയിപ്പിക്കും. അപ്പൊ ഒരു മഞ്ച് സമ്മാനം കൊടുക്കും. അപ്പൊ മഞ്ച് സമ്മാനം കൊടുക്കുമ്പോ അത് മഞ്ചിന്റെ പേപ്പർ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പൊ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാർത്തകൾ ഞാൻ കാണാറുണ്ട്. അപ്പൊ അദ്ദേഹം ജപ്പാനിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഉല്ലാസ സ്ഥലത്ത് ചെന്നപ്പോ അവിടെ വേസ്റ്റ് ബിന്നില്ലാന്ന്. അപ്പൊ ഒരു സാഹിബിനോട് അദ്ദേഹം ചോദിച്ചു, ഇവിടെ വേസ്റ്റ് ഇടാനുള്ള ബാസ്ക്കറ്റ് കാണുന്നില്ലല്ലോ, നിങ്ങളൊക്കെ വേസ്റ്റ് തന്നെ ചെയ്യണേന്ന് ചോദിച്ചപ്പോ ആ സാഹിബ് പറഞ്ഞു കൊടുത്തു, ഞങ്ങള് ഇതിന്റെ വേസ്റ്റ് പോക്കറ്റിലിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് നിർമ്മാർജ്ജനം ചെയ്യുമെന്ന്. അപ്പൊ ഞങ്ങള് അതുവഴി പിള്ളേർ വരുമ്പോ തന്നെ ഇങ്ങനെ പഠിപ്പിക്കും. ഒരു മഞ്ച് കൊടുത്തിട്ട് പറയും ഇതിന്റെ പേപ്പർ ഇന്ന മാതിരി ചെയ്യണം. അപ്പൊ അവിടെ പഠിക്കാൻ വരുന്ന ഇപ്പൊ ഒരു സീസണിൽ 3620 പേര് വന്നല്ലോ. അത്രയും പേർക്ക് അറിയാൻ പൊതു സ്ഥലത്ത് പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ഞങ്ങള് ബാഗിലാക്കിയും പോക്കറ്റിലാക്കിയും ചെറിയ 5 വയസ്സായ കുട്ടികൾ പോലും പറയും, 5 വയസ്സല്ല, ഒരു വർത്താനം പറയാൻ പ്രായമായ കുട്ടികൾ പോലും പറയും വേസ്റ്റ് ഇവിടെ ഇടാൻ പാടില്ല. അത് കറക്റ്റ് ആയിട്ട് കുട്ടികളെല്ലാം ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു പരാതി ഇല്ലാത്ത രീതിയിലാണ് നമ്മളെല്ലാം ക്രമീകരിക്കുന്നത്. എന്ത് പരാതി വന്നാലും നമ്മൾ അത് കേട്ടിട്ട് പരിഹരിക്കും. ഇത്ര ആളുകൾ ഒരുമിച്ച് പഠിക്കുന്നതാണല്ലോ. പിന്നെ ഇത് മീറ്റിംഗിൽ വെച്ചാണ് എല്ലാം ക്ലിയർ ചെയ്യുന്നത്. ഓരോ ക്ലാസ്സും ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തിരിച്ചിട്ട സ്ഥലമില്ലേ, അവിടെ മീറ്റിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരു കസേരകൾ കൊണ്ടുപോയിടും. നമുക്ക് ഇരിക്കാനുള്ള കുറച്ച് പഴയ പ്ലാസ്റ്റിക് കസേരകളുണ്ട്. അപ്പൊ ഒരു ക്ലാസ്, അപ്പൊ 3 ക്ലാസ്സിന്റെ ഞാൻ പറഞ്ഞോളൂ തിരിച്ചിട്ടേക്കുന്നത്. പിന്നെ ഓരോ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ LKGക്ക് ഒരു ബോർഡ് വെക്കും ഈ കസേരമ. അപ്പൊ LKGക്കാരുണ്ടെങ്കിൽ അതിന് പുറകെ നിന്നോളും. 60 പേരാണെങ്കിൽ 60 പേര് 3 ലൈനായിട്ട് നിൽക്കും. അതിന്റെ തൊട്ടിപ്പുറത്ത് LKG കഴിഞ്ഞാൽ UKG, അതും എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അത്രയും നിൽക്കും. 20 പേർക്കാണല്ലോ ഒരു ക്ലാസ് ഒരു ലൈൻ.
അത് കഴിഞ്ഞ് കൂടുതൽ ആളുകളുണ്ടെങ്കിൽ 2 ലൈൻ നിൽക്കും, 3 ലൈൻ നിൽക്കും, അങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ എല്ലാം ഇവിടെ റെക്കോർഡ് ചെയ്യും. അത് വളരെ സിമ്പിളാണ്. ഇത്രയും വർഷത്തിൽ നിന്ന് പഠിച്ചെടുത്തതാണ് ഞാൻ അങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പൊ നമ്മൾ കുറച്ച് A4 ഷീറ്റിന്റെ പകുതി നോട്ടീസ് പോലെ അടുപ്പിക്കും. അതിന് വലിയ ചെലവൊന്നുമില്ല. നോട്ടീസ് പോലെ അടുപ്പിച്ചിട്ട് അതിന് 10 പേരുടെ പേര് എഴുതാനുള്ള ഒരു കോളം, അതായത് 1, 2, 10. അത് കഴിഞ്ഞ് നെയിം, വയസ്സ്, ഏത് ക്ലാസ്സാണ്, എത്രാം ദിവസമാണ്, മുകളിൽ ഡേറ്റ്, ഫോൺ നമ്പറും കൂടെ ഒന്ന് എഴുതണം. അപ്പൊ ഒരു ക്ലാസ്സിൽ 20 പേരാണല്ലോ, 10 പേർക്ക് ഒരു പേപ്പർ അങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഒരാള് ലീഡർ ആദ്യം ലീഡറുടെ പേര് എഴുതുക, അവരുടെ ഫോൺ നമ്പർ എഴുതുക. പിന്നെ ഒരു സഹായി, രണ്ടാമത് സഹായിയുടെ പേര് എഴുതുക, ഫോൺ നമ്പർ എഴുതുക. ഇവർ രണ്ടുപേരും കൂടി ബാക്കി 8 പേരുടെ എഴുതുക. അതിന്റെ പുറകിലും ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ 900 പേരുടെ കയ്യിലും ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അവർ വന്ന് പേപ്പർ വാങ്ങിച്ചുകൊണ്ടുപോകും. മീറ്റിംഗ് ആദ്യം ഞങ്ങള് കുറച്ച് എക്സർസൈസ്, അത് കഴിഞ്ഞ് കുറച്ച് ഇങ്ങനെ 2 3 പേരെ വിളിച്ച് പരിചയപ്പെടുത്തലും വഴി പറയിപ്പിക്കലും, ചെറിയ 4 വരി പാട്ട് പാടല്, ചെറിയ കഥ, അങ്ങനെ നല്ല സന്തോഷമായിട്ട് പഠിച്ചാലാണ് പെട്ടെന്ന് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോഴത്തേനും ഇതെല്ലാം എഴുതി റെക്കോർഡാക്കി പിന്നെ അത് അവരുടെ പേരൻസിന്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ബുക്കിലാക്കിക്കോളും. ഓരോ ക്ലാസ് ആണല്ലോ, ഒരു ക്ലാസ് 40 പേരോ 50 പേരൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവര് ഓരോരുത്തർ ബുക്കിലാക്കി തരും. ഞാനിവിടെ നീന്തൽ കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്കും എനിക്ക് ഒരു 11 മണി ആകുമ്പോഴത്തേക്കും അത് എനിക്ക് ഫോണിൽ കിട്ടും, ഓരോ ക്ലാസ്സിൽ എത്ര പേരുണ്ടായിരുന്നു. അതിനൊരു പ്രത്യേക സിസ്റ്റം ഉണ്ട്. 2 നീന്തി കടന്ന ആളുകളെ 1 ഡേ HM ആയിട്ട് നിയോഗിക്കും മുകളില്, കരയുടെ മുകളിൽ. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ലെങ്തില് ഒത്തിരി ദൂരത്തിൽ ഓടിക്കുന്നതാണ്, ഒത്തിരി. അപ്പൊ അവിടെ നോക്കി നടത്താൻ വേണ്ടിയിട്ട്, ആ സുരക്ഷ നോക്കാൻ വേണ്ടിയിട്ടാണ് 1 ഡേ HM. 2 1 ഡേ HM കോട്ടയം കൊടുത്ത് പോലീസുകാർ റോഡിൽ നിൽക്കൂലേ, അതുപോലത്തെ കോട്ടയം കൊടുത്താണ് നിർത്തിയേക്കുന്നത്, എല്ലാവർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ. അപ്പൊ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കും. 1 ഡേ HMന്റെ കീഴിലായിരിക്കും എല്ലാ സുരക്ഷയും. അതായത് NS-കാര്, വേണമെങ്കിൽ PG-കാരെ വിളിക്കാം. ആളുകൾ കുറവാണെങ്കിൽ PG ക്ലാസ്സിൽ നിന്ന് തുഴഞ്ഞു പഠിക്കണവരാണല്ലോ, അവര് ഏകദേശം ടോപ്പ് എത്തിയേക്കണവരാ, അവരെ മുഴുവൻ വിളിക്കാം. പിന്നെ നീന്തി കടന്നവര് പീഡിക്കാരെന്ന് പറയും, ആ പീഡിക്കാരെ മുഴുവൻ വിളിക്കാം ഇവർക്ക്. അവരത് അറേഞ്ച് ചെയ്യണം, അവരാണ് അത് അറേഞ്ച് ചെയ്യേണ്ടത്. അതായത് കുറച്ച് സമയം നിന്നിട്ട് അവർക്ക് മറ്റവർക്ക് നീന്താനുള്ള അവസരം കൊടുക്കണം, അപ്പൊ ആളെ വിളിച്ച് മാറ്റി വിടണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 1 ഡേ HM ആണ് നിയന്ത്രിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ 1 ഡേ HMമാരെ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരും. ഇന്ന ക്ലാസ്സിൽ ഇത്ര പേര് വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഗ്രൂപ്പിൽ പറഞ്ഞ് നാളെ തുടങ്ങി അതിൽ വ്യത്യാസം വരുത്തും. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ട്രെയിനിങ്ങിലാണ് ഇവിടെ ഓടിക്കുന്നത്. ഇത് വളരെ സ്മൂത്ത് ആണ്, വളരെ ഈസിയാണ്. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കാനും കാരണം. വളരെ ഭംഗിയായിട്ട് അവിടെ ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ റോഡ് കടക്കുന്നത് തുടങ്ങിയുള്ള എല്ലാ സംഭവങ്ങളും വെൽ സിസ്റ്റമാറ്റിക്കലി പ്ലാൻഡ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വെൽ പ്ലാൻഡ് അതെ, പാർക്കിംഗ് ഒക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. എന്ന് വെച്ചാൽ പാർക്കിംഗ് ഒക്കെയാണ് ഇവിടെ കുറച്ച് ആളുകൾ കൂടുന്നിടത്ത് എവിടെയും പാർക്കിംഗ് ആണല്ലോ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പൊ പാർക്കിങ്ങില് പേരൻസിനെ തന്നെ നിർത്തും. ഒരു 8 പേരെ 2 വീലറിന് നിർത്തും. അത് നമ്മൾ ഒരേ ദിശയിൽ ഒരേപോലെ വെക്കുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ആളുകൾ മുഴുവൻ ഈ പാർക്കിങ്, പത്രക്കാരും മീഡിയക്കാരൊക്കെ വരുമല്ലോ, അവർ വരുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഇവിടുത്തെ അച്ചടക്കം, അതായത് പാർക്കിങ്ങിൽ അച്ചടക്കം ഉണ്ടെങ്കിൽ മാത്രമേ നീന്തലിൽ അച്ചടക്കം ഉണ്ടാവുള്ളൂ, ഗ്രൗണ്ടിൽ അച്ചടക്കം ഉണ്ടാവുള്ളൂ, നീന്തലിൽ അച്ചടക്കം ഉണ്ടാവുള്ളൂ. പിന്നെ കാർ പാർക്കിങ്ങിൽ നമ്മൾ 8 പേരെ ഇട്ട് കൊടുക്കും. അങ്ങനെ എല്ലാം നല്ല ക്ലിയർ ആയിട്ടാണ് ചെയ്യിക്കുന്നത്. കാര്യങ്ങൾ എല്ലാം കൃത്യതയോട് ഇവിടെ നീന്തൽ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ അച്ചടക്കം പഠിക്കും, അത് ഓട്ടോമാറ്റിക്. അവിടെ എല്ലാം ക്യൂ ആണല്ലോ. അപ്പൊ പിള്ളേർക്ക് ഇന്ന് അറിയില്ലാത്ത വിഷയങ്ങൾ ക്യൂ ആണ്. കൊച്ചു പിള്ളേർ 5 വയസ്സും അതിന് താഴെയുള്ള പിള്ളേർ തുടങ്ങിയിട്ട് ആദ്യം അവർക്ക് ക്യൂ നിൽക്കാൻ ഇത്ര പ്രയാസങ്ങളായിരിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണെങ്കിൽ അവരെല്ലാം കറക്റ്റ് ആയിരിക്കും, എല്ലാം കൃത്യതയോടെ. പേരൻസും എല്ലാത്തിലും പേരൻസിന്റെ സഹായം തേടുന്നുണ്ടല്ലോ നമ്മള്. അപ്പൊ അവരും കൂടെ കൂടിയിട്ട് ആദ്യം ആ പിള്ളേരൊന്നും പറഞ്ഞാൽ അങ്ങനെ കേൾക്കൂല. ഇത് ഇവർക്ക് അറിയില്ലല്ലോ ക്യൂ നിൽക്കുന്ന കാര്യം, അല്ലെങ്കിൽ എന്റെ പുറകെ മറ്റാള്, അതിന്റെ പുറകെ മറ്റാള് എന്നുള്ള രീതിയിൽ ഇവർക്ക് അറിയില്ല. ഇതെല്ലാം പഠിക്കും. എന്തോരം കാര്യങ്ങൾ കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന് അറിയോ. അതുകൂടാണ്ട് ഇവിടെ 4:30-4:30ക്കോ 5:30ക്കോ 4 മണിക്കോ ഇവിടെ വരണമല്ലോ. അപ്പൊ നേരത്തെ ഉറങ്ങണമല്ലോ. മൊബൈല് നമുക്ക് വൈകുന്നേരം ഒന്നും കാണാൻ പോലും പറ്റൂല. മൊബൈല് ഇപ്പൊ മദ്യപിക്കുന്നവരും മയക്കുമരുന്നിന് അടിമയുള്ള ആളുകളുണ്ടല്ലോ, ഇവിടെ വരുമ്പോഴാണ് മോചനം കിട്ടുന്നത്. എത്രയോ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയോ പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ. അതിന് വേണ്ടിയിട്ട് ദൂരെ നിന്ന് ആളുകൾ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മള് 5:30ക്കോ അല്ലെങ്കിൽ 4:30ക്കോ വന്നില്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂല. അപ്പൊ അവർക്ക് 8 മണിക്കോ അല്ലെങ്കിൽ 9 മണിക്ക് മുമ്പ് ഉറങ്ങിയാൽ മാത്രമാണ് കാലത്ത് 3:30ക്കൊക്കെ എഴുന്നേറ്റാലല്ലേ, 3:30ക്ക് എഴുന്നേറ്റാലാണ് ഇവിടെ 4:00ക്ക് വരാൻ പറ്റുള്ളൂ. എത്ര ദൂരെ നിന്ന് വേണമെങ്കിലും വരാം. ഈ കോട്ടയത്തിന്റെ അടുത്ത് വെച്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു 6 പേരുടെ ഫാമിലി ഉണ്ടായിരുന്നു ഇവിടെ. എന്ന് 4:30ക്ക് വരും. അവരവിടെ 2 മണിക്ക് വീട്ടിൽ കഴിഞ്ഞപ്പം കുട്ടികളൊക്കെ കാറി കിടന്ന് ഉറങ്ങണേന്ന് പറഞ്ഞു.
അപ്പൊ ഇവിടെ വന്നിട്ട് പഠിച്ചിട്ട് പോകും. അങ്ങനെ എത്രയോ ദൂരെന്ന് ആളുകൾ ഇവിടെ ഭയങ്കര ഒരു മാനസിക ഉല്ലാസമാണ്. അത് തന്നെയല്ലോ ഒരു അരമണിക്കൂറിൽ കൂടുതൽ എക്സർസൈസ്, പിന്നെ 1.5 മണിക്കൂർ നീന്തൽ. അത് വെള്ളത്തിൽ ഇറങ്ങി നിന്നാൽ പോലും നമുക്ക് അതിന്റെ ഗുണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഈ പ്രകൃതി ജീവനത്തിന് എന്റെ സഹോദരിയുടെ ഭർത്താവ് ഒരു ദിവസം പോയപ്പോഴാണ് ഞാൻ അവിടെ കണ്ടത്. അവിടെ ചെന്ന് കണ്ടപ്പോ കാലത്ത് 40 മിനിറ്റും ഉച്ച കഴിഞ്ഞ് 40 മിനിറ്റും നമ്മൾ വെള്ളത്തിൽ ഇറക്കി ഇരുത്തും ഒരു പ്ലാസ്റ്റിക്കിന്റെ സംഭവത്തില്. ആന്തരിക അവയവങ്ങൾ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പല അസുഖങ്ങളും ആന്തരിക അവയവങ്ങൾ ചൂടാവുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന്. പക്ഷെ ഇതൊക്കെ ഓട്ടോമാറ്റിക്കാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഓട്ടോമാറ്റിക്കാണ്. അപ്പൊ ഉറക്കം ക്ലിയറായി, പിന്നെ ഭയങ്കര വിശപ്പായിരിക്കും. രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് ഇത്രയും എക്സർസൈസ്, ഇത്രയും നീന്തല്, അത് കഴിഞ്ഞ പിന്നെ 2 ഇഡലി എന്നോട് 8 ഇഡലി 7 ഇഡലിയും വെച്ച് തിന്നും. എന്നാൽ ഇത് ഷുഗർ ഉണ്ടാവില്ല. അത് വ്യായാമം കൂടുതലുള്ളതുകൊണ്ട്. അപ്പൊ കണ്ടുപിടിച്ചാൽ ഏറ്റവും വലിയ വ്യായാമം അപകടം ഇല്ലാത്തത് നീന്തലാണല്ലോ. പിന്നെ ഇതിന്റെ മാനസിക ഉല്ലാസം. ഈ 7 മാസം കഴിഞ്ഞ ആളുകൾ പോകുമ്പോൾ പല ആളുകളും എന്നോട് പറയും, ഇത് തീർന്നു പോയല്ലോ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്ന്. ഈ വരുന്ന വീട്ടമ്മമാരും അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ വരുന്നതുകൊണ്ട് ഭയങ്കര ഒരു സ്വർഗ്ഗ തുല്യമാണ്. ഭയങ്കര ചിരി, കളി, സന്തോഷം. 2 മണിക്കൂർ, 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ അങ്ങനെ വന്ന് എല്ലാം ഇതിൽ നിന്ന് വെറുതെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാനസിക ഉല്ലാസം വെറുതെ കിട്ടും, വ്യായാമം വെറുതെ കിട്ടും. ഇത് ഓട്ടോമാറ്റിക് പ്രവണതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 16 ക്ലാസ് ആവുമ്പോൾ നീന്തി കിടക്കും, ഒരു ഓട്ടോമാറ്റിക്കാന്ന് പറയൂലേ. അതുപോലെ തന്നെ നീന്തി കാണിക്കലൊക്കെ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ ചെയ്യും. എന്ന് വെച്ചാൽ എനിക്ക് ഫ്രെയിം ഒക്കെ ഉണ്ട്, എങ്ങനെ കൈ എടുക്കണം, എങ്ങനെ കാലെടുക്കണം. ഇത് മാത്രമല്ലേ ഉള്ളൂ നീന്തലിൽ. പിന്നെ തല തിരിക്കലും ഉള്ളൂ. അതൊക്കെ നമ്മൾ ഈസി ആയിട്ട് കാണിച്ചു കൊടുക്കും. അത് കുറേശ്ശെ ഇവരെ മനസ്സിലേക്ക് പതിപ്പിച്ച് നീന്തലിലേക്ക് ആക്കി കൊടുക്കും. എന്ന് വെച്ചാൽ 2 മണിക്കൂർ കൂടുമ്പോൾ കൈ 5 മിനിറ്റ് കറക്കണം തലേ ദിവസം വീട്ടിൽ പോയിട്ട്. അപ്പൊ ഒരിക്കലും നമ്മൾ ഇതിൽ നിന്ന് മാറിപ്പോകില്ല. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സെപ്പോഴും നീന്തലിൽ കിടക്കും. കൈ ഇറക്കണം എന്തിനാ, നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആക്കിയെടുക്കും, എല്ലാവരും നീന്തലിലേക്ക് നയിക്കും. അപ്പൊ അങ്ങനെ മാനസിക ഉല്ലാസം. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നീന്തൽ മാത്രമായിട്ട് വരും ചില ആളുകൾ. അതാണ് ഒരു ബുദ്ധിമുട്ട്. എന്നെ പോലെ നീന്തൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ, മൈൻഡില് നീന്തൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാത്തോടി വൈകുന്നേരം ഒരു, പിന്നെ നേരം വെളുക്കണ പോലെ സ്വപ്നമായിട്ടും. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് നീന്തലിനുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വാങ്ങി നീന്തൽ പഠിപ്പിക്കുന്ന പല ക്ലബ്ബുകളും ഉണ്ട്. ഇത് പക്ഷേ വേറെ അതെ 3500 തുടങ്ങി 35,000 വരെ വാങ്ങിക്കുന്ന ക്ലബുകൾ ഇവിടെ എറണാകുളം ജില്ലയിലുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഇടയിലാണ് താങ്കളെ പോലുള്ള ഒരാള് ജീവിതം തന്നെ മാറ്റിവെച്ച് ഇതുപോലെ, ശരിക്കും പറഞ്ഞാൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ വെറും നീന്തൽ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അവരെ ഒരു നല്ല ജീവിതചര്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും കൂടിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി ആണെന്ന് എനിക്ക് തോന്നുകയാണ് അവിടെ. യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, കാരണം ഇത് സിസ്റ്റമാറ്റിക്കായി ചെയ്യുമ്പോഴും PhD ലെവൽ വരെയുള്ള സംഭവങ്ങൾ വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് ബേസിക് ലൈഫ് സ്കില്ല് പോലും അതിൽ ആഡ് ചെയ്ത് ഒരു കുട്ടികളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി HM വളരെ ഭംഗിയായിട്ട് ആസൂത്രണം ചെയ്തിരിക്കുന്നു. ഇപ്പൊ നവംബർ 1 നമ്മൾ ക്ലാസ് തുടങ്ങുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ വേമ്പനാട്ട് കായലിന്റെ ട്രെയിനിങ് കൊടുക്കും. വേമ്പനാട്ട് കായൽ ക്രോസ് ചെയ്യിക്കല്. ദൂരം അധികം കൂടുതലില്ല, 3 കിലോമീറ്റർ ഉള്ളൂ. അവിടെ ചേർത്തലേന്ന് വൈക്കത്തേക്ക് നീന്തുന്ന ഈ കഴിഞ്ഞ ഫെബ്രുവരി, ഈ 2026 ഫെബ്രുവരി 15-ാം തീയതി 184 പേരെ നീന്തിച്ചു. അപ്പൊ 3.5 മാസം ഇവിടെ ആലുവയില്, അതായത് തലേ വർഷം നീന്തി കിടന്ന ആളുകളെയാണ് ഇതിനെടുക്കുന്നത്, ആ വർഷം പഠിപ്പിക്കുന്നവരെയല്ല. അപ്പൊ ഈ വർഷം പഠിപ്പിച്ചപ്പോ നമ്മൾ വിട്ടല്ലോ, 301 പേരെ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവർക്ക് താല്പര്യമുള്ളവരൊക്കെ വരികയാണെങ്കിൽ നമ്മള് നവംബർ 1 അവരുടെയും ട്രെയിനിങ് കൊടുക്കും. അവരെ 3.5 മണിക്കൂർ വരെ നീന്തിക്കുന്ന 3.5 മാസത്തെ ട്രെയിനിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കൂട്ടമായിട്ട് കൊണ്ടുപോയി നീന്തിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, അതും വേൾഡ് ഫേമസ് ആയി ആ സംഭവം. എന്ന് വെച്ചാൽ ഇതുവരെ 32 പേരാണ് അവിടെ നീന്തി കിടന്നിട്ടുള്ളൂ. അത് പല സമയത്ത് 1-2 പേര് വെച്ച് മാത്രം. ഇപ്പൊ നമ്മൾ ചെന്ന് ഒറ്റയടിക്ക് 184 പേര്, 6 വയസ്സ് തുടങ്ങി 70 വയസ്സ് വരെയുള്ളവര് അവിടെ വേമ്പനാട്ട് കായൽ ക്രോസ് ചെയ്തു. അതൊക്കെ നമുക്ക് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആദ്യത്തെ സംഭവമാണ് ഇത്. അപ്പൊ ഇനി അത് തുടരാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ സെൽഫിഷ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവരവർക്കുള്ള സമയം പോലും ഇല്ല എന്ന് പറഞ്ഞ് സ്വന്തം കാര്യം മാത്രം സിന്ദാബാദ് എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികളിൽ നിന്ന് എങ്ങനെ ഇത്രയും സമയം മാറ്റിവെക്കാൻ സാധിക്കുന്നു? കുടുംബം അവർക്ക് കുറച്ച് സമയങ്ങളും കൊടുക്കാൻ സാധിക്കാറുണ്ടോ സാറിന്? സ്വന്തം ഇത് കാര്യം അവരെ തന്നെ അനുകൂലിക്കുന്നുണ്ടല്ലോ, അതല്ലേ എനിക്ക് ഇങ്ങനെ നടത്താൻ പറ്റുന്നത്. പിന്നെ എനിക്ക് ഓരോരുത്തർക്കും ഓരോ മാനസിക ഉല്ലാസങ്ങളുണ്ടല്ലോ. എനിക്ക് കൂടുതൽ ആളുകൾ, ഇപ്പൊ 1000 പേര് വന്ന് ഒരു ദിവസം പഠിച്ചാലും എനിക്ക് അത്ര മാനസിക ഉല്ലാസം കിട്ടൂല. എന്നുവെച്ചാൽ 1000 പേരിൽ മുകളിലാണ് ഞാൻ ബഡ്ജറ്റ് ഇട്ടേക്കുന്നത്. അപ്പൊ അത്രയും പേര് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പൊ എന്റെ സന്തോഷം ഞാൻ കണ്ടെത്തുന്നതിന്റെ കൂടെ മറ്റുള്ളവർക്ക് എല്ലാം ഒരു ഗുണം കിട്ടും.
മറ്റുള്ളവർക്ക് നീന്തൽ പഠിക്കാം. ഞാൻ അതിൽ സന്തോഷം. എന്റെ വ്യായാമമൊക്കെ മാത്രം ആളുകൾ 3-4 മണിക്കൂർ ഓരോ ആളുകൾ മാറ്റി വെച്ചേക്കല്ലേ, ഡോക്ടർ പറഞ്ഞിട്ടാണെങ്കിൽ പോലും. അപ്പൊ എന്റെ വ്യായാമം, എന്റെ സന്തോഷം എല്ലാം ഇതിനകത്ത് ഞാൻ ഉൾക്കൊള്ളിച്ചാണ് ചെയ്യണത്. അത്ര നല്ല മനസ്സുണ്ടെങ്കിൽ, നല്ല ഇഷ്ടമുണ്ടെങ്കിലല്ലേ നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് 4 മണിക്ക് മുമ്പ് അവിടെ ചെല്ലുള്ളൂ. 4-4:15 മുമ്പ് ഞാൻ എന്നും ചെല്ലും അവിടെ. അതിനു മുമ്പും കുട്ടികൾ വരും. അപ്പൊ എനിക്ക് അത്ര സന്തോഷം ഉണ്ടായിട്ടാണ് ഞാൻ ആ പ്രവൃത്തിയിലേക്ക് ചെല്ലുന്നത്. അപ്പൊ എന്റെ സന്തോഷം അവരെ പഠിപ്പിക്കുന്ന അവർക്ക് അതിനുള്ള ഗുണം കിട്ടും. എന്റെ സന്തോഷം, എനിക്ക് സന്തോഷമുണ്ട്. അതാണ് മുഖ്യമായ വിഷയം. അതെ. ഞാൻ ദേഷ്യപ്പെട്ടല്ലല്ലോ പോകുന്നത്. അപ്പോ സാമൂഹ്യ സേവനത്തിന് ഒന്നും സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവരോട് ഇതാണോ താങ്കൾ പറയാൻ ആഗ്രഹിക്കുന്നത്? ആ, ഇത് എല്ലാത്തിനും നമ്മള് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള മാറ്റി വ്യക്തികളുണ്ടാവാനോ? വെച്ച് കഴിഞ്ഞാൽ സമയം കിട്ടും എല്ലാത്തിനും. ഓക്കെ. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം, ഞാൻ 1 രൂപ പോലും പ്രതിഫലം വാങ്ങിക്കാതെയും ആഗ്രഹിക്കാതെയും മനസ്സുകൊണ്ട് ആഗ്രഹിക്കാതെയുമാണ് നമ്മൾ ദക്ഷിണ, ഗിഫ്റ്റ്, ഫീസ് വാങ്ങിക്കുന്നില്ല. എന്നാലും നമ്മൾ ഇത് നല്ല രീതിയിൽ ഇപ്പൊ പറഞ്ഞ പോലെ നല്ല സന്തോഷത്തോടെ എഴുന്നേറ്റ് പോയി എന്നും പഠിപ്പിക്കും. എന്നും പഠിപ്പിച്ച് ചില സമയത്ത് ഇപ്പൊ ക്ലാസിന്റെ ഒരു മെഗാ ക്രോസിംഗ് ഉണ്ട്. ഈ നീന്തി കടന്ന് മെയ് 31-ന് നമ്മളൊരു മെഗാ ക്രോസിംഗ് നടത്തും. അതുവരെ നീന്തി പഠിപ്പിച്ച ആളുകൾ മുഴുവൻ അന്ന് ഒരു യൂണിഫോം ഇട്ടിട്ട് ക്രോസ് ചെയ്യിക്കും. അപ്പൊ അത് ഒക്കെ നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അത് ചെയ്യുന്നത്. അപ്പൊ എന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ. പ്രധാനമന്ത്രി താങ്കളെ മൻ കി ബാത്തിൽ പരാമർശിച്ചപ്പോൾ എന്തായിരുന്നു? As Prime Minister Narendra Modi praised Sajeev Valasheril's efforts in his monthly Mann Ki Baat radio address. केरलम के आलुवा में साजी वलाशेरिल जी ऐसा ही एक स्विमिंग क्लब चला रहे हैं। अब तक 15,000 से ज्यादा लोग यहाँ तैरना सीख चुके हैं। साजी जी ने दिव्यांग बच्चों को भी स्विमिंग सिखाई है। The recognition sparked celebrations in Aluva with അതെ, അത് ഞാൻ പറഞ്ഞില്ലേ, 1 രൂപ പോലും ഞാൻ ആഗ്രഹിക്കാതെയാണ് പഠിപ്പിച്ചത്. പക്ഷെ എന്നാലും ലോകം അറിയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എന്നെ പരാമർശിച്ചത്, എന്നെ കണ്ടെത്തിയതിൽ, അതായത് ചെറിയൊരു നീന്തൽ ഇന്ത്യയിൽ നടത്തുന്ന ആളാണ് ഞാൻ. 140 കോടി ജനങ്ങളിൽ നിന്നാണ് 134ാമത് എന്നെ കണ്ടെത്തിയത്. എനിക്കിതിൽ പരം സന്തോഷം വേറെ ഇല്ല. എന്ന് വെച്ചാൽ എനിക്ക് ഇതിൽ പരം അംഗീകാരം കിട്ടാനില്ല. എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി 4 പ്രാവശ്യം എന്റെ പേരെടുത്താണ് പറഞ്ഞത്, ഈ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ എനിക്ക് ഇനി തുടർന്ന് എത്രയോ നാൾ പഠിപ്പിക്കാനുള്ള ഊർജം ആ ഒരു അദ്ദേഹം പറഞ്ഞ വളരെ കുറച്ച് സമയത്ത് അദ്ദേഹം ഹൃദയത്തിൽ നിന്ന് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ വളരെ പ്രചോദനം ആണ് ആ വാക്കുകളിൽ നിന്ന് കിട്ടിയത്. ഇത്രയും വലിയ അംഗീകാരം എനിക്ക് കിട്ടിയല്ലോ. ഇതുവരെ അങ്ങനെ നീന്തലിന് അംഗീകാരം കൊടുത്തിട്ടില്ല ഇന്ത്യയിൽ. ആദ്യമായിട്ടാണ് ഇങ്ങനെ അംഗീകാരം കൊടുത്തേക്കുന്നത്. ലോകത്തിന്റെ മുമ്പിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയെന്നാണ് എല്ലാവരും പറയുന്നത്. അതെ. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി. നീന്തൽ പഠിക്കുമ്പോൾ വരുന്നവരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭയം എന്താണ്? വെള്ളത്തെ മാത്രമല്ല, ജീവിതത്തെ നേരിടാനും എങ്ങനെയാണ് താങ്കൾ പരിശീലിപ്പിക്കുന്നത്? ഒരു ഒറ്റ സെന്റൻസിൽ. ഘട്ടഘട്ടമായിട്ട് നീന്തൽ പഠിക്കുന്നതിന്റെ കൂട്ടത്തില് എല്ലാം പഠിച്ചു. പേടി മാറും. ജീവിതത്തിൽ പലതും നേരിടാനുള്ള കരുത്ത് ആർജിക്കും. അങ്ങനെ ഒത്തിരി പല ആളുകൾ പറയുന്നതാണ് ഇത്. ഇവിടെ നീന്തൽ പഠിച്ചിട്ട് പോയ ആളുകൾ പറയുന്നതാണ്, നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിവില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം. എന്ന് വെച്ചാൽ അത്രയും കൂടാണ് ഇവിടെ. ഇത്രയും ആളുകളോട് കൂടുന്നതാണല്ലോ. അതാത് ബാച്ചുകാരുണ്ടാവും. ഇപ്പൊ 35+ ആണ് ഞാൻ ക്രോസ് ചെയ്യിക്കുന്നത്. അപ്പൊ അവര് തമ്മിലുള്ള ഐക്യം, അങ്ങനെ എല്ലാത്തിനും സൊല്യൂഷൻ കാണുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ആലുവ, മണപ്പുറം, ദേശംകടവിൽ നീന്തലിന് വന്നു കഴിഞ്ഞാൽ. സംസാരിക്കില്ലാത്ത കുട്ടികൾ സംസാരിച്ചു തുടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ കാര്യങ്ങൾ. മോഹിത്ത് 2022 വന്നു. പിന്നെ അവരുടെ ഗ്രൂപ്പിൽ ഞാൻ ചെന്നു, എന്നെ അവിടെ പരിചയപ്പെടുത്തി. അതിനുശേഷം അഭയി വന്നു. അങ്ങനെ 4-5 കുട്ടികൾ ഇവിടെ വന്നതിന് ശേഷം സംസാരിച്ചു. അപ്പൊ അതിന്റെ കൂടെ അവർ നീന്തൽ പഠിച്ച് ആലുവ പെരിയാറും ക്രോസ് ചെയ്തു. 6-7 വയസ്സുള്ള കുട്ടികളാണ് ഈ പറയുന്നത്. അങ്ങനെ എത്ര ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അതൊന്നും എന്റെ കഴിവല്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സംസാരിക്കില്ലാത്ത ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ നേരെ കൊണ്ടുവന്ന് മൈക്കിൽ പരിചയപ്പെടുത്തും. ഈ സ്റ്റേജിൽ കൊണ്ടുപോയിട്ട് പരിചയപ്പെടുത്തും, എല്ലാവരും പരിചയപ്പെടുത്തും. അപ്പൊ ഞാനിങ്ങനെ പറയും, ഈ കുട്ടിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ റിയൽ കാര്യങ്ങൾ പറയുമ്പോൾ എന്റെ കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ. അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ വന്ന അപ്പൊ ഞാൻ പറയും, ഇത് മോഹിത്താണ്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും എല്ലാവരും ചോദിക്കണം, ഇവന്റെ പേരൊന്ന് ചോദിക്കണം. അപ്പൊ അവന് പറയാൻ അറിയില്ലല്ലോ.
അപ്പൊ 4 ദിവസം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ വീട് എവിടെയാണ്, പേരെന്താണ്, പഠിക്കുന്നുണ്ടോ, കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ 4 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ നമ്മളോട് ഒരു ഇഷ്ടം വരും. അങ്ങനെയുള്ള ഇഷ്ടം വരുന്നത് ആൾക്കാർക്ക് കണ്ട് സംസാരിച്ച് അങ്ങനെയുള്ള എല്ലാ ഇതുവരെയുള്ള ഇഷ്ടങ്ങൾ ലോകം തുടങ്ങി കണ്ടെത്തിയേക്കുന്നത്. അപ്പൊ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കാൻ ഇവന്റെ ഹൃദയം വെമ്പും. ഇവൻ മീൻസ് പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും. അപ്പൊ അങ്ങനെ അത് സംസാരം വാക്കുകളായിട്ട് വരും. അങ്ങനെയാണ് എന്നെ ആദ്യമായിട്ട് എന്ന് പറയും ആദ്യം മൊയ്ത്ത് വന്നിട്ട്, പിന്നെ ജി പറയും. അങ്ങനെയാണ് എന്നിട്ട് കൂട്ടി യോജിപ്പിച്ച് സജി, പിന്നെ സജി വാളശ്ശേരിയിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോന്ന് പഠിച്ചു. ഇപ്പൊ അവനെ കൂടുതൽ സംസാരിക്കണമെങ്കിൽ ചിലപ്പോൾ അടി ഉണക്കേണ്ടി വരും. അത്രയും വ്യത്യാസം വന്നു. അങ്ങനെ 4 5 കുട്ടികൾ അങ്ങനെ വ്യത്യാസം വന്നു, വളരെ വ്യത്യാസം വന്നു. അപ്പൊ അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇനി കൂടുതൽ കുട്ടികളെ അങ്ങനെ, പിന്നെ സ്പെഷ്യൽ കുട്ടികള്, ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾ. ഹൈപ്പർ വന്നു കഴിഞ്ഞാൽ ഇവിടെ അവർ പെട്ടെന്ന് പഠിക്കും കേട്ടോ. ഹൈപ്പർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കും. എന്ന് വെച്ചാൽ അവര് ഈ കൈയും കാലും അണുക്കളൊക്കെ കൂടുതലായിരിക്കും. വെള്ളത്തിൽ ഇത് മാത്രമേ ഉള്ളൂ കൈയും കാലും അണുക്കൾ. ഇത്രയും സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കരയെ കൂടെ നടക്കാൻ അറിയാമെങ്കിൽ വെള്ളത്തിൽ അത്രയും ചെയ്താൽ മതി. വേറൊരു ഡയറക്ഷനിൽ നമ്മൾ ഒരിക്കലും താന്നൂല. അപ്പൊ ഈ കുട്ടികൾ വെറുതെ വെള്ളത്തിലേക്ക് വിട്ട് കഴിഞ്ഞാൽ കൈയും കാലം അണിക്കൊണ്ടിരിക്കും. കൈയും കാലം അണിക്കി കഴിഞ്ഞാൽ താന്നൂല്ലോ. അതാണ് ഇവര് പെട്ടെന്ന് പഠിക്കുന്നത്. പിന്നെ ഇവര് കാലത്ത് വന്ന് നേരത്തെ എഴുന്നേറ്റാലാണ് ഇവിടെ വരാൻ പറ്റുള്ളൂ. ഇവിടെ 5:30 4:30 ആകുമ്പോൾ വരണമല്ലോ. പിന്നെ എക്സർസൈസ് ചെയ്യണം, പിന്നെ നീന്തൽ 1 1/2 മണിക്കൂർ. അപ്പൊ ഇവര് ടയേർഡാവും, ഇവര് കുറച്ച് ടയേർഡാവും. അങ്ങനെ ഇവര് നോർമലിലേക്ക് വന്ന് ഇവിടെ വന്ന കുട്ടികൾ ഒരു 3 മാസം 3.5 മാസം കഴിയുമ്പോഴത്തേക്കും സാധാരണ കുട്ടികൾ പോലെ ആയിത്തീരാണ്. ഒട്ടുമിക്കവരും ഒരു 90% കുട്ടികളും. അങ്ങനെ എത്ര അവരുടെ അച്ഛനമ്മമാരുടെ അനുഭവം പറഞ്ഞേക്കുന്ന നമ്മുടെ വീഡിയോകളിൽ കിടപ്പുണ്ടെന്നറിയോ. ഓക്കെ, ഒരു തെറാപ്പി തന്നെയാണ് അവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറാപ്പി തന്നെയാണ് നടക്കുന്നത്. അതിന്റെ കൂടെ പഠിച്ചു പോകുന്നതാണ് നീന്തൽ. അതെ, അതൊരു ബോണസ് ആയിട്ട് മാത്രമാണ് ഇപ്പൊ കാണാൻ പറ്റുന്നത്. അതെ. ഓക്കെ, അപ്പോ വളരെ നന്ദി. മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് അസാധാരണ മനുഷ്യരല്ല, സാധാരണ മനുഷ്യരുടെ അസാധാരണമായ തീരുമാനങ്ങളാണ്. സ്വന്തം ജോലി തിരക്കുകൾക്കിടയിലും ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായി വർഷങ്ങളായി ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ രക്ഷിക്കാനുള്ള ഒരു ജീവിത നൈപുണ്യം പകർന്നു നൽകുകയും സേവനം ഈ ഒരു സമൂഹത്തിന് ഈ ഒരു സേവനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വെറും നീന്തലിന് മാത്രമല്ല, അവരുടെ ജീവിതചര്യകൾ തന്നെ മാറ്റി ഒരു പുത്തൻ ഉണർവ് അവിടെ നിന്ന് പോകുന്ന എല്ലാവർക്കും ഉണ്ടാകും, എല്ലാ മേഖലകളിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജീവിതത്തിൽ നാം എത്ര ഉയരത്തിലെത്തി എന്നതിനേക്കാൾ എത്ര മനുഷ്യരുടെ ജീവിതത്തിൽ സുരക്ഷയും ആത്മവിശ്വാസവും പ്രതീക്ഷയും പകർന്നു നൽകാൻ കഴിഞ്ഞു എന്നതാണ് യഥാർത്ഥ വിജയമെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികൾക്കും യുവാക്കൾക്കും മുതിർന്നവർക്കും ഭിന്നശേഷിക്കാർക്കും അതുപോലെ കൈത്താങ്ങായി ഈ മഹത്തായ സേവനത്തിന് വലിയ അംഗീകാരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. രാജ്യം മഹാപ്രതിഭകൾക്ക് നൽകുന്ന അംഗീകാരമായ പത്മശ്രീ താങ്കളെ തേടിയെത്താൻ ഇനി അധിക നാളുകൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഓരോരുത്തർക്കും സമൂഹത്തിന് നൽകാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അത് പണമാകണമെന്നില്ല, പദവിയും ആകണമെന്നില്ല. മറ്റുള്ളവർക്കായി നിലകൊള്ളാനുള്ള ഒരു നല്ല മനസ്സ്, പ്രവർത്തിക്കാനുള്ള ഒരു സന്നദ്ധത, ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു ധൈര്യം, ഇത്രയും മതി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സജി വാളശ്ശേരി. പത്മശ്രീ എന്ന നാമം താങ്കളുടെ പേരിന്റെ കൂടെ എത്രയും വേഗം എഴുതപ്പെടട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും നന്ദി, ഏറെ കടപ്പാടോടെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം. ആലടിച്ച് തരത്തില്ല, കൈയടിച്ച് തരത്തില്ല. ഇവിടെയുള്ള ആലടിച്ച് തരത്തില്ല, കൈയടിച്ച് തരപ്പിക്കരുത്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം, ഇതേപോലെ ചെയ്യണം.